കുഴൽപ്പണ കേസ് എങ്ങനെ ശാസ്ത്രീയമായിട്ട് ഇല്ലാതാക്കാമെന്ന ഇഡിയുടെ ഗവേഷണമാണ് ഇന്ന് ലോകം മുഴുവൻ ശ്രദ്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. ഇഡി രാഷ്ട്രീയ പ്രേരിതമായി ഇടപെടുന്ന ഏജൻസിയാണെന്നും പാർട്ടി നേരത്തെ തന്നെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് അക്ഷരം പ്രതി ശരിയാണ് എന്നാണ് ഇതിലൂടെ മനസ്സിലാകുന്നത്. കോടിക്കണക്കിന് രൂപയുടെ കുഴൽപ്പണ കേസിൽ BJPയുടെ നേതൃത്വം ഉൾപ്പെടെയുള്ളവരെ, സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരെ വെള്ളപൂശി കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനമാണ് ഇപ്പോഴും നടത്തിയിട്ടുള്ളത്. തികച്ചും രാഷ്ട്രീയമായ കാരണങ്ങൾ കൊണ്ട് പ്രതിപക്ഷ രാഷ്ട്രീയ നേതൃത്വത്തെയും ഗവൺമെന്റിനെയും പ്രതികൂട്ടിലാക്കുന്നതിന് വേണ്ടിയുള്ള കള്ള പ്രചാരവേലയും പ്രചരണവും കേസും കൈകാര്യം ചെയ്യുമ്പോൾ തന്നെ BJP നേതൃത്വത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏത് തെറ്റായ സമീപനവും സ്വീകരിക്കാൻ ഒരു മടിയും കാണിക്കാത്ത ഈ ഇഡിയുടെ വിശ്വാസ്യതയെ കേരളത്തിലെ ജനങ്ങൾ വളരെ ഫലപ്രദമായി തുറന്നു കാണിക്കും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അതെ, രാജ്യദ്രോഹത്തിൻ്റെ പരിധിയിൽ വരുന്ന രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ കടക്കൽ കത്തിവെക്കുന്ന കള്ളപ്പണത്തിൻ്റെ ഒഴുക്ക്, ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ BJP നടത്തിയ കള്ളപ്പണ ഇടപാടുകൾ സംസ്ഥാന പോലീസ് തെളിവുകളും പട്ടികകളും നിരത്തി 3 ഏജൻസികൾക്ക് നൽകിയിട്ടും ഇഡി കാട്ടിയ തോന്നിവാസം കണ്ട് ജനങ്ങൾ മൂക്കത്ത് വിരൽ വെക്കുകയാണ്. സംസ്ഥാന പോലീസ് ഇത്രയധികം തെളിവുകൾ ശേഖരിച്ച് കൈമാറിയിട്ടും ഇഡി BJPയെയും സുരേന്ദ്രനെയും കുളിപ്പിച്ച് വൃത്തിയാക്കാൻ ശ്രമിച്ചത് നമ്മൾ ഇന്നലെ കണ്ടു. കൂട്ടിലെ തത്തയല്ല, തത്തമ്മേ പൂച്ച പൂച്ച എന്നാവർത്തിക്കുന്ന പ്രതിഭാസം. പ്രതിപക്ഷ നേതാക്കന്മാരെ പ്രതിസന്ധിയിലാക്കാൻ മോദി സർക്കാരിൻ്റെ കൊട്ടേഷൻ വർക്കുമായി നികുതിപ്പണം പറ്റുന്ന ഇഡിയുടെ മുഴുവൻ ചെയ്തികൾ പരിശോധിച്ചാൽ അറിയാം കൂടുതൽ ഗുട്ടൻസുകൾ. ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ച പോലീസ് റിപ്പോർട്ട് പരിശോധിച്ചാൽ അറിയുന്നത് ഇതിലെ സാമ്പിൾ വെടിക്കെട്ട് മാത്രം. നാണമില്ലേ ഇഡി ഇങ്ങനെ തരം താഴാൻ? കരകയറ്റാൻ കള്ളപ്പണക്കാരെ സഹായിക്കുന്ന ഇഡി എങ്ങോട്ടേക്കാണ് രാജ്യത്തെ സന്ദേശത്തെ കൊണ്ടുപോകുന്നത്? ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നു. ചർച്ചയെ സമ്പന്നമാക്കുന്ന അതിഥികൾ: KV അബ്ദുൽ ഖാദർ, CPIM മുതിർന്ന നേതാവ്, തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി; വസന്ത് സിറിയക്, കോൺഗ്രസ് നേതാവ്; K. സോമൻ, BJP വക്താവ്; ഒപ്പം ഇടത് സഹയാത്രികനും രാഷ്ട്രീയ നിരീക്ഷകനുമായ അഡ്വക്കേറ്റ് N. ലാൽകുമാർ. ആദ്യം BJP വക്താവ് ശ്രീ K. സോമനിലേക്ക്. ശ്രീ K. സോമൻ, ഇഡിയുടെ ചെയ്തികൾ നേരത്തെ തന്നെ പല വിധത്തിലുമുള്ള ആരോപണങ്ങളായി ഉയർന്നതാണ്, വസ്തുതകൾ നിരത്തിയുള്ള ആരോപണങ്ങൾ ഉയർത്തിയതാണ്. പക്ഷേ അതിലെയൊക്കെ രാഷ്ട്രീയ പ്രേരിതമായ വശങ്ങൾ മാറി കൂടുതൽ നഗ്നമാവുകയായിരുന്നു ഇഡി എന്ന സംവിധാനം, ആ സംവിധാനത്തെ ടൂളായി ഉപയോഗിക്കുന്ന BJPയുടെ മോദി സർക്കാരിൻ്റെ ചെയ്തികൾ. ഇന്നിപ്പോൾ പോലീസിൻ്റെ കൂടുതൽ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുന്ന ഒരു വേളയിൽ അതിൽ കണ്ട വസ്തുതകൾ കൂടി വായിക്കുമ്പോൾ ഞെട്ടിപ്പിക്കുന്നതാണ് ഓരോ ജനാധിപത്യ വിശ്വാസിയെയും. ഇഡിയെ ഉപയോഗിച്ച് പണ്ട് മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് CBI കൂട്ടിലിട്ട തത്തയാണെങ്കിൽ അതിലും എത്രയോ അപ്പുറത്തേക്ക് ഇഡി പോയിരിക്കുന്നു എന്ന വസ്തുതയാണ് ഇവിടെ തെളിയുന്നത്. കള്ളപ്പണം നിങ്ങൾ കടത്തിയാൽ അത് രാജ്യദ്രോഹമല്ലേ? അജിംഷാദെ, ഇന്നലെ തുടങ്ങിയതാണ് ഈ വിഷയത്തിന്റെ ചർച്ച കേരളത്തിലെ മാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും. 2021 മുതൽ തുടങ്ങിയതാണ്. 2021 ശേഷം വെള്ളം ഒത്തിരി ഒഴുകി പോയല്ലോ. ഇവിടെ പക്ഷെ കരടുകൾ ഇപ്പോഴും ബാക്കിയാണ്. അതേന്നേ, മിനിങ്ങാന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പുതിയ ഒരാൾ വന്നു കേരളത്തിൽ. അദ്ദേഹം പദവി ഏറ്റെടുത്തുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രതികരണവും പ്രസംഗവും കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ സ്വാഗതം ചെയ്യപ്പെട്ടിരിക്കുന്നു. കേരളത്തിന്റെ യുവത ശ്രീ രാജീവ് ചന്ദ്രശേഖരുടെ ആദ്യ പ്രസംഗത്തിന്റെയും പ്രതികരണവും ഒരു പ്രതീക്ഷയോട് കാണുന്ന ഒരു BJP അനുകൂല അന്തരീക്ഷം കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു പശ്ചാത്തലം. മുന്നണികൾ മാറി മാറി ഭരിച്ച് കേരളത്തെ ഈ പ്രകാരമാക്കിയിരിക്കുന്നു. ചെറുപ്പക്കാർ നാടുവിട്ടു പോകുന്ന കേരളം, വൃദ്ധജനങ്ങൾ മാത്രം വീടുകളിൽ അവശേഷിക്കുന്ന ഒരു സാഹചര്യം, യുവതയുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ട കേരളത്തിന്
ഒരു പ്രതീക്ഷയായി ആ രംഗത്ത് നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ വിജയിച്ചിട്ടുള്ള ഒരു വ്യത്യസ്തരായിട്ടുള്ള രാഷ്ട്രീയക്കാരൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ BJPയുടെ അധ്യക്ഷ പദം ഏറ്റെടുത്തപ്പോ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ ഒരു വിശ്വാസ്യതയും പ്രതീക്ഷയും കൈവന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഞങ്ങൾ കേരളത്തിന്റെ വികസനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന പുതിയ ഒരു സമീപനം സ്വീകരിക്കുകയാണ് എന്ന് അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധം ആദ്യ പ്രസംഗത്തിൽ തന്നെ ശ്രീ രാജീവ് ചന്ദ്രശേഖർ എന്ന ബഹുമാനനായ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രഖ്യാപനം നടത്തിയ ഒരു വേളയിലാണ്. ശ്രീ കെ സോമൻ, നമ്മൾ BJP കോർ കമ്മിറ്റി യോഗത്തിലല്ല ഇരിക്കുന്നത്, ഒരു പൊതു ചർച്ചയാണ്. അതിലെ വിഷയം കള്ളപ്പണമാണ്. കെ സുരേന്ദ്രൻ കടത്തിയ കള്ളപ്പണവും അതിനെ ED വെളുപ്പിക്കാൻ ശ്രമിച്ചതും തെളിവുകൾ കേരള പോലീസ് നൽകിയിട്ടും അതൊക്കെ തൃണവൽക്കരിച്ചതുമായ വിഷയത്തിലെ നൈതികത ചോർന്ന രാഷ്ട്രീയമാണ് ഇവിടെ, നിയമപരമായ വശം കൂടിയാണ് ഇവിടെ പ്രതിഫലിക്കുന്നത്. താങ്കൾ തെറ്റിദ്ധരിച്ചു എന്ന് തോന്നുന്നു. ബഹുമാനനായ അജിംഷാദ് CPMന്റെ ബ്രാഞ്ച് സമ്മേളനത്തിൽ ഇരുന്ന് സംസാരിക്കുന്നത് പോലെയാണ് ഇൻട്രോയിൽ കാര്യങ്ങൾ പറഞ്ഞത്. കെ സുരേന്ദ്രൻ പണം കടത്തി എവിടെയാണ് രാഷ്ട്രീയമായ വസ്തുതയില്ലാത്ത ഒരു ആരോപണം തെളിഞ്ഞത്? താങ്കൾ പറയൂ. ഹൈക്കോടതിയുടെ നിരന്തരമായ സമ്മർദ്ദത്തെ തുടർന്ന്, നിരന്തരമായ ആവശ്യത്തെ തുടർന്ന്, നിർദ്ദേശത്തെ തുടർന്ന് ED പേരിന് വേണ്ടി സമർപ്പിച്ച ഈ കുറ്റപത്രത്തിൽ കേരള പോലീസ് കണ്ടെത്തിയ ഒരു വസ്തുതകളും പ്രതിഫലിക്കാതെ പോയതെന്തേ? തിരൂർ സതീശൻ എന്ന നിങ്ങളുടെ തന്നെ ഓഫീസ് സെക്രട്ടറി പറഞ്ഞ വിഷയത്തിൽ അയാളുടെ ഒരു മൊഴി പോലും എടുക്കാൻ തയ്യാറാകാത്തത് എന്തേ? എന്താണ് ഈ കള്ളപ്പണം ഇടപാടുമായി ബന്ധപ്പെട്ട കവർച്ചാ കേസ് മാത്രം പോലീസിൻ്റെ ലോ ആൻഡ് ഓർഡർ വരുന്ന വിഷയത്തിൽ ഉള്ള ഒരു കുറ്റപത്രം സമർപ്പിക്കുന്നത്? അതിന് പോലീസുണ്ടല്ലോ. ഇത് കള്ളപ്പണത്തിൻ്റെ ഇടപാടും അതിൻ്റെ സ്രോതസ്സും കണ്ടുപിടിക്കാൻ അന്തർ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ വസ്തുതകളാണ് മുമ്പോട്ട് വെച്ചത്. അതേ സംബന്ധിച്ച് എന്തേ ഈ കേന്ദ്ര ഏജൻസി ഒരു വാക്ക് അവരുടെ കുറ്റപത്രത്തിൽ രൂപപ്പെടുത്താഞ്ഞത്? ധർമ്മരാജൻ കള്ളപ്പണം പിടിച്ചതിന് ശേഷം സുരേന്ദ്രനെയും ഗണേഷിനെയും വിളിച്ചത് എന്തേ EDയുടെ വിഷയത്തിൽ പ്രതിഫലിക്കാത്തത്? ഇപ്പോൾ IT വകുപ്പാണ് അന്വേഷിക്കേണ്ടതത്രേ. ഇതാണ് EDയുടെ വിചിത്രവാദങ്ങൾ. ഇതൊക്കെ വസ്തുതാപരമായ വസ്തുക്കളായി നിലനിൽക്കെ എങ്ങനെയാണ് താങ്കൾക്ക് ഒരു ബ്രാഞ്ച് കമ്മിറ്റിയുടേത് എന്ന് പറഞ്ഞ് ഇതിലെ രാഷ്ട്രീയം പറഞ്ഞ് തള്ളിക്കളയാനാകുന്നത്? ഇത് ജനങ്ങൾ കാണുന്നതല്ലേ ശ്രീ കെ സോമൻ? അജിംഷാദിന്റെ ചോദ്യങ്ങൾ അവസാനിച്ചെങ്കിൽ എനിക്ക് ഉത്തരം പറയാൻ ഒരല്പസമയം തരണം. അങ്ങ് കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ വിശദീകരണങ്ങളും എന്നോട് ചോദിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ചർച്ചയിൽ വന്നിട്ടുള്ളത്. അങ്ങിൽ നിന്ന് നിശബ്ദമായ ഒരു സമീപനം ഞാൻ പ്രതീക്ഷിക്കുന്നതേ ഇല്ല അജിംഷാദെ. അങ്ങ് എന്നോട് ചോദ്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ 4/1 സമയം എനിക്ക് ഉത്തരം നൽകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ കോടകരയിൽ പണം കവർന്നത് സതീശന്റെ പണം. ആരുടെ പണം? ധർമ്മരാജന്റെ പണം പോയി. ധർമ്മരാജൻ പരാതിക്കാരനാണ്. ധർമ്മരാജന്റെ പണം പോയെങ്കിൽ ധർമ്മരാജൻ പരാതിക്കാരനായി വന്നിട്ടുണ്ട്. ആ പരാതിക്കാരനും BJPയുമായി നിങ്ങൾ കണക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുകയാണ്. ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ച ഒരു വിഷയമാണല്ലോ ഇത്. പിന്നീടാണല്ലോ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചത്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് നേതൃത്വം കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പേരുകൾ അജിംഷാദ് ചർച്ചയിൽ പറയുമോ? ആരാണ് അവര്? അവര് വിശുദ്ധന്മാരാണോ? CPMന്റെ ഫ്രാക്ഷനിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, CPMന്റെ തിരക്കഥയനുസരിച്ച് വിവരങ്ങൾ തയ്യാറാക്കി റിപ്പോർട്ട് കൊടുക്കുന്ന ആളുകൾ, അവരന്വേഷിച്ചതനുസരിച്ച് ഈ കാര്യങ്ങൾ കോടതിയിൽ കൊടുത്തു എന്നാണല്ലോ അങ്ങേ പറയുന്നത്. അങ്ങ് അതാണല്ലോ പറയുന്നത്. രാജു എന്ന ഞാൻ പറഞ്ഞത് വസ്തുതാവിരുദ്ധമായ ഒരു എലമെന്റ് പോലും അതിലില്ല ശ്രീ കെ സോമൻ. ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ താങ്കളുടെ മുമ്പിലേക്ക് വെക്കാം. താങ്കൾ ആ പോയിന്റുകൾക്ക് കൃത്യമായ മറുപടി പറഞ്ഞാൽ നമുക്ക് ചർച്ച തുടരാൻ മറ്റതിഥികളിലേക്ക് പോകാം. ഒന്ന്, എന്തിനാണ് ധർമ്മരാജൻ കെ സുരേന്ദ്രനെയും ഗണേഷിനെയും ഈ കൊടകരയിൽ കവർച്ചാ കേസ് കഴിഞ്ഞതിന് ശേഷം ബന്ധപ്പെട്ടത്? എന്തിനാണ്? പറയൂ. അതെന്തേ ഇഡിയുടെ കുറ്റപത്രത്തിൽ പ്രതിഫലിക്കാത്തത്? അജിംഷാദെ, ചോദ്യം 1, കെ സുരേന്ദ്രനെ എന്തിന് ധർമ്മരാജൻ വിളിച്ചു? ധർമ്മരാജൻ വിളിച്ച
നിരവധി ആളുകളിൽ ഒരാൾ കെ സുരേന്ദ്രനാണ്. ധർമ്മരാജൻ വിളിച്ചതിൽ കേരള പോലീസിലെ IPS ഓഫീസർമാരുണ്ട്, പോലീസിലെ DYSP തലത്തിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്. അങ്ങനെ വിളിച്ച നിരവധി പേരിൽ കെ സുരേന്ദ്രനെയും BJP നേതാവിനെയും വിളിച്ച കാര്യത്തെ സംബന്ധിച്ചാണ് ഞാൻ ചോദിച്ചത്. ബാക്കിയുള്ള നിങ്ങളുടെ രാഷ്ട്രീയ ആരോപണം അവിടെ നിൽക്കട്ടെ, നമുക്ക് ചർച്ച ചെയ്യാം. അല്ല, രാഷ്ട്രീയ ആരോപണമല്ലല്ലോ. പിണറായി വിജയന്റെ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരെ ധർമ്മരാജൻ പണം നഷ്ടപ്പെട്ട വേളയിൽ വിളിച്ചിട്ടുണ്ട്. കെ സുരേന്ദ്രനെയും ഗണേശിനെയും വിളിച്ചത് എന്തിന്? ഞങ്ങൾ ഇത് പലതവണ പറഞ്ഞതാണല്ലോ അജിംഷാദെ. കേരള സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭത്തിൽ ഞാൻ പറയട്ടെ, ഞങ്ങളുടെ പ്രചരണ സാമഗ്രികളുടെ വിതരണക്കാരൻ ശ്രീമാൻ ധർമ്മരാജനായിരുന്നു. ആ ധർമ്മരാജൻ പണം നഷ്ടപ്പെട്ട സന്ദർഭത്തിൽ സ്വാഭാവികമായും അടുപ്പമുള്ള ആളുകളെ വിളിക്കും, സഹായം തേടി വിളിച്ചിട്ടുണ്ടാവും. അതിൽ കേരള പോലീസിലെ ഉന്നതന്മാരായ ഉദ്യോഗസ്ഥന്മാരുണ്ട്. കെ സുരേന്ദ്രൻ എന്തിനാണ്, ഒരു അധികാരം പോലും ഇല്ലാത്ത കെ സുരേന്ദ്രനെ എന്തിനാണ് വിളിച്ചത്? എന്തിനാണ് അധികാരമില്ലാത്ത ധർമ്മരാജൻ BJPയുടെ ആളാണ് എന്ന് നിങ്ങൾ പറയുന്ന ധർമ്മരാജൻ എന്തിനാണ് കേരള പോലീസിലെ IPS ഓഫീസർമാരെ, DYSPമാരെ, ഉന്നത ഉദ്യോഗസ്ഥന്മാരെ എന്തിനാണ് അജിംഷാദെ വിളിച്ചത്? ശ്രീ കെ സോമൻ, കെ സുരേന്ദ്രനെയും ഗണേശിനെയും വിളിച്ച കാര്യത്തെ സംബന്ധിച്ചാണ് ഞാൻ ചോദിച്ചത്. ഒന്ന്, താങ്കൾ അതിന് ഉത്തരം പറയുന്നില്ല. താങ്കൾ എന്താണ് അരി എത്രയെന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന് പോലും പറയുന്നില്ല. അതവിടെ നിൽക്കട്ടെ. രണ്ട്, ഇവിടെ ED കണ്ടെത്തി കുറ്റപത്രം സമർപ്പിച്ച് നൽകുന്നത് ഈ ട്രാവൻകൂർ പാലസ് എന്ന വെള്ളാപ്പള്ളി തുഷാർ വെള്ളാപ്പള്ളിയുടെ ഹോട്ടലുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകൾ കൈകാര്യം ചെയ്യാൻ കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞ് ധർമ്മരാജനെ ഇങ്ങനെ കുളിപ്പിച്ച് വൃത്തിയാക്കുന്നുണ്ടല്ലോ. ഈ തുഷാർ വെള്ളാപ്പള്ളിയുമായി ഏതെങ്കിലും രീതിയിലൊരു ബിസിനസ് ടോക്ക് ധർമ്മരാജൻ നടത്തിയതായി ഏതെങ്കിലും തെളിവ് EDക്ക് ഹാജരാക്കാനായിട്ടുണ്ടോ? ഇല്ല. ഉണ്ടോ കെ സോമൻ? ഇല്ല. രണ്ട്, 3.56 കോടി രൂപയാണ് ധർമ്മരാജൻ കടത്തിക്കൊണ്ടുവന്നത്. അത് ഈ ഹോട്ടൽ വാങ്ങാനാണെന്ന് പറയുന്നു. ഡിമോണിറ്റൈസേഷന് ശേഷം നിങ്ങൾ തന്നെ നിർമ്മിച്ച നിയമപ്രകാരം ഇത്രയധികം തുക എങ്ങനെയാണ് ഒരാൾക്ക് കൈവശം വെച്ച് കൊണ്ടുപോകാനാകുന്നത്? ബാങ്ക് വഴി അക്കൗണ്ട് നടത്താത്തത് എന്ത്? കള്ളപ്പണത്തിൻ്റെ എലമെന്റ് നമ്പർ 2 പറയൂ ശ്രീ സോമൻ. രണ്ട് കാര്യങ്ങൾക്ക് എനിക്ക് ഉത്തരം പറയാൻ ഇനി അല്പസമയം തരൂ. ഈ കാര്യം EDയുടെ മുമ്പാകെ മൊഴിയായി പറഞ്ഞത് BJPയുടെ ആരെങ്കിലും പ്രവർത്തകന്മാരല്ല, ധർമ്മരാജന്റെ മൊഴിയാണ് ED രേഖപ്പെടുത്തി കോടതിക്ക് കൊടുത്തിട്ടുള്ളത്. ഒന്ന്. രണ്ട്, നിങ്ങൾ പ്രതിയായ ആൾ, കുറ്റവാളിയായ ആൾ പറയുന്നത് അതുപോലെ വെള്ളം വഴി വിഴുങ്ങി അങ്ങനെ ഛർദ്ദിക്കാനാണോ EDക്ക് നികുതി പണം ഈ രാജ്യം നൽകുന്നത്? ശ്രീ കെ സോമൻ, CPMന്റെ തിരൂർ സതീശൻ ആരാണ് കെ സോമൻ? തിരൂർ സതീശൻ ആരാണ് കെ സോമൻ? തിരൂർ സതീശൻ കെട്ടുകണക്കിന് ചാക്ക് കണക്കിന് പണം BJP ഓഫീസ് വഴി കേരളത്തിലാകമാനം പോയി എന്ന് പോലീസിന്റെ റിപ്പോർട്ട് മാത്രമല്ല, നിങ്ങളുടെ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന തിരൂർ സതീശ് പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ഇല അനക്കിയോ ED? ആ തിരൂർ സതീശനെ ഒരു വരി മൊഴി എടുത്തോ ED? കെ സോമൻ പറയൂ. അജിംഷാദെ, തിരൂർ സതീശൻ എന്ന് തൊട്ടാണ് ഇത് പറയാൻ തുടങ്ങിയത്? അതെന്തോ ആയിക്കോട്ടെ. അതെന്തോ ആയിക്കൊള്ളട്ടെ, അത് നിങ്ങൾ പറഞ്ഞാൽ പറ്റില്ലല്ലോ. എന്നാ പിന്നെ നിങ്ങൾ ഉത്തരവും പറഞ്ഞോളൂ. എന്ന് തൊട്ടാണ് തിരൂർ സതീശൻ ഇത് പറയാൻ തുടങ്ങിയത്? 2021 സംഭവിച്ച ഒരു കാര്യത്തെ സംബന്ധിച്ച് തിരൂർ സതീശൻ മറുപടി പറയാനും ശബ്ദിക്കാനും തുടങ്ങിയത് എന്ന് തൊട്ടാണ്, എന്ത് സാഹചര്യത്തിലാണ് എന്നുള്ളത് ഈ നാട്ടുകാർക്കറിയാം, ഈ ചർച്ച കേൾക്കുന്നവർക്കറിയാം, തിരൂർ സതീശന്റെ പ്രതികരണങ്ങൾ കേൾക്കുന്നവർക്കും അറിയാം. ഇവിടെ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം കൈകാര്യം ചെയ്യാൻ രാജ്യത്ത് അധികാരമുള്ള ഏജൻസി കേരള പോലീസ് അല്ല, അത് ED ആണ്. ED കോടതിയുടെ മുമ്പാകെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, കേരള പോലീസും റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. കോടതി പരിശോധിക്കട്ടെ. അവിടെയാണ് കള്ളപ്പണം. താങ്കൾ അത് തന്നെ അവിടെ തന്നെ പിടിക്കാം. താങ്കൾ പറഞ്ഞു കള്ളപ്പണം വെളുപ്പിക്കൽ, അന്തർ സംസ്ഥാന ബന്ധം, ഈ പണത്തിൻ്റെ സ്രോതസ്, ഇതൊക്കെയാണല്ലോ EDയുടെ പരിധിയിൽ വരുന്ന കേസന്വേഷണത്തിൻ്റെ വകുപ്പുകൾ ആണല്ലോ. പക്ഷേ ED കുറ്റപത്രം സമർപ്പിച്ചത് എന്താണ്? 3.56 കോടി രൂപ
കവർച്ച ചെയ്തു എന്ന പോലീസ് അന്വേഷിക്കേണ്ട ലാൻഡ് ഓർഡറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇ ഡി നൽകിയത്. അതായത് ഇ ഡിയിൽ ചുമതലപ്പെട്ട പോലീസ് കണ്ടെത്തി നൽകിയ അതിൻ്റെ തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട പണത്തിൻ്റെ സ്രോതസ്സ്, കള്ളപ്പണം ഇടപാട്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊന്നുമല്ല ഇ ഡി കോടതിയിൽ ഈ കുറ്റപത്രം സമർപ്പിച്ചത്. പിന്നെയോ ഈ പോലീസ് കണ്ടെത്തേണ്ട, പോലീസിൻ്റെ പരിധിയിൽ വരുന്ന കവർച്ചാ കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ റിപ്പോർട്ട് മാത്രമാണ് കുറ്റപത്രത്തിൽ പ്രതിഫലിച്ചത്. അത് നിയമപരമായി തന്നെ നിലനിൽക്കുന്നതല്ല. താങ്കൾ പറഞ്ഞത് ശരിയാണ്, ഇ ഡി അന്വേഷിക്കേണ്ടതല്ല, അതല്ലല്ലോ. കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട്, മണി ലോണ്ടറിങ് ആക്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന, പ്രൊഹിബിഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളല്ലേ. ഈ വിശാലമായ പരിപ്രേക്ഷ്യത്തിൽ തൊടാതെ പോലീസിൻ്റെ ചുരുങ്ങിയ ലാൻഡ് ഓർഡർ മാത്രമായ കവർച്ചാ കേസിൽ മാത്രമാണോ ഇ ഡി ബന്ധപ്പെടേണ്ടത്? താങ്കൾ പറഞ്ഞത് ശരിയാണത്. നിങ്ങൾ എന്തിനാണെന്ന് ഇങ്ങനെയുള്ള ഒരു ഇ ഡിയെ ഇവിടേക്ക് വിളിച്ചുകൊണ്ട് വന്നതാ? എന്തിനാ? നിങ്ങളുടെ പോലീസ് അന്വേഷിച്ചതല്ലേ? ശ്രീ കെ സോമൻ, കേരളം ഒരു സംസ്ഥാനമാണ്. ഇന്ത്യ എന്ന രാജ്യത്തെ ഒരു സംസ്ഥാനമാണ് കേരളം. കേരള പോലീസിന് ഒരു ക്രൈം കണ്ടെത്തിയാൽ അതിന് അന്തർ സംസ്ഥാന ബന്ധമുണ്ട്. അത് അവരുടെ പരിധിക്ക് പുറത്ത് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കേണ്ട വിഷയമാണെങ്കിൽ തെളിവുകൾ സഹിതം അങ്ങോട്ടേക്ക് ഫോർവേഡ് ചെയ്യലാണ് ഈ രാജ്യത്തിന്റെ പതിവ്. ഇ ഡി എന്തിനാണ് അത്രേ വിളിച്ചു വരുത്തിയതെന്ന് എന്തൊരു ചോദ്യമാണ് കെ സോമൻ. അല്ല ആജിബ് ഷാദേ, നിങ്ങൾ ഈ ചർച്ചയിൽ നിങ്ങൾ ഒരു വാചകം പൂർത്തിയാക്കാൻ എനിക്ക് അവസരം തരില്ല എന്ന് ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ അങ്ങയെ പരിഹസിക്കും. പരിഹസിച്ചോട്ടെ. രാജ്യത്തിന് വേണ്ടി, രാജ്യത്തിന്റെ കള്ളപ്പണ ഇടപാട്, ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ വരെ കീശ ചോർത്തുന്ന ഇടപാടുമായി ബന്ധപ്പെട്ട ആൾക്കാർ പരിഹസിക്കുന്നെങ്കിൽ പരിഹസിച്ചോട്ടെ. നിങ്ങൾ പ്രതികളായി വരുമ്പോൾ മാത്രം കള്ളപ്പണത്തിൽ രാജ്യദ്രോഹമില്ല. കള്ളപ്പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം ക്ലീൻ ചിറ്റ്. നിങ്ങളുടെ ഏജൻസികളൊക്കെ അതിനനുകൂലമായി നിൽക്കുന്നു. ബാക്കിയുള്ള ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഒരു വിധത്തിലും ഇടപാട് നടത്തിയില്ലെങ്കിൽ അവിടെ മുഴുവൻ സംശയത്തിൻ്റെ കോലാഹലം സൃഷ്ടിച്ച് ഇളക്കി മറിച്ച് അവിടെ വലിയ രാജ്യദ്രോഹം പറഞ്ഞ് ഇ ഡി ഒരറ്റത്ത്, ഇ ഡി എന്നിട്ട് അൺഒഫീഷ്യലായി മാധ്യമപ്രവർത്തകർക്ക് പല വിധത്തിലുമുള്ള കള്ള മെസ്സേജുകൾ അയക്കുക, തെറ്റായ മെസ്സേജുകൾ അയക്കുക. അതൊക്കെ രാഷ്ട്രീയ പ്രചരണത്തിന് BJP ഉപയോഗിക്കുക. ഇതൊക്കെ നിങ്ങൾക്കാകാം. പക്ഷേ വസ്തുതാപരമായി കള്ളപ്പണത്തിൻ്റെ ഒരു വിഷയം വരുമ്പോൾ BJP അത് ബന്ധമുണ്ടോ? അതിൽ ഒരു പ്രശ്നവുമില്ല. ഇതാണ് ജനങ്ങൾ പരിഹസിക്കുക. ശ്രീ കെ സോമൻ, ഞാൻ തിരിച്ചെത്താ സോമൻ. നമ്മൾ 19 മിനിറ്റായി. 10 സെക്കൻഡ് കൊണ്ട് ഞാൻ അവസാനിപ്പിച്ചേക്കാം. അങ്ങനെ 2021 തൊട്ടൽ ഈ പ്രചരണം നടത്തുകയാണ്. BJP വിരുദ്ധരെല്ലാവരും ചേർന്ന് ഈ പ്രചരണം നടത്തുകയാണ്. പക്ഷെ തൃശ്ശൂരിലെ ജനത ഈ പ്രചരണത്തെ പരമപുച്ഛത്തോടെ തള്ളി. എത്ര കോടി രൂപയാണ് അവിടെ ഇലക്ഷന് ഇറക്കിയെന്നറിയോ? എത്ര കോടി രൂപയാണ് അവിടെ കള്ളപ്പണം ഒഴുക്കിയതെന്നറിയോ? പോലീസിന്റെ റിപ്പോർട്ട് നോക്ക്. തൃശൂർ ജനത ഇതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ പരിഹസിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് ഈ കള്ളപ്രചാര വേല നടത്തി BJPയുടെ വിശ്വാസ്യതയെ തകർക്കാൻ സാധ്യമല്ല. ഈ കള്ളപ്രചരണവും കള്ളപ്പണവും BJPയുടെ നേതാക്കന്മാരുമായി നിങ്ങൾക്ക് യോജിപ്പിക്കാനും സാധ്യമല്ല. അത് ജനങ്ങൾ വിശ്വസിക്കില്ല. ശരി, ശ്രീ KV അബ്ദുൽ ഖാദർ, നിങ്ങളുടെ പോലീസ് രാഷ്ട്രീയമായി BJPയെ കുടുക്കാൻ ശ്രമിക്കുന്നു. BJP അതിൽ നിന്നെല്ലാം കുതറി മാറുന്നു. അത് സത്യസന്ധമായി ED വഴി പ്രതിഫലിക്കുന്നു. ഇതാണ് കോടതിയിലും വസ്തുതാപരമായും കണ്ടത്. തിരൂർ സതീശ അടക്കം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ബോധ്യങ്ങൾ, പോലീസ് കണ്ടെത്തിയ തെളിവുകൾ, പോലീസ് മുമ്പോട്ട് വെച്ച കാര്യങ്ങൾ, ED അന്വേഷിക്കാതിരിക്കുന്ന കാര്യങ്ങൾ, EDയുടെ പരിധിയിൽ ഒന്നും പെടാത്തതായ കാര്യങ്ങൾ, ലോ ആൻഡ് ഓർഡർ പോലീസിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് മാത്രം കുറ്റപത്രം സമർപ്പിച്ച് തലയൂരുന്ന രീതി, ഇതൊക്കെ നിങ്ങളുടെ രാഷ്ട്രീയ കുതന്ത്രങ്ങളാണ്. ഇതാണ് BJPയുടെ വാദം. അതെ, അതിന് മറുപടി പറയുന്നതിന് മുമ്പ് അദ്ദേഹം കേരളത്തെക്കുറിച്ച് ചില പരാമർശങ്ങൾ നടത്തി. കേരളം മോശമാണ്, BJP ഭരിക്കുന്ന ഏത് സംസ്ഥാനമാണ് കേരളത്തെക്കാൾ മെച്ചപ്പെട്ടത്? അദ്ദേഹത്തിന് പറയാൻ പറ്റുമോ? ഈ കേരളത്തിലെ ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തേക്കാളും സാമൂഹ്യ ജീവിതം, തൊഴിലാളികളുടെ വരുമാനം, ക്ഷേമം, ജനജീവിതം, മനുഷ്യ സൗഹൃദം, ബുൾഡോസർ രാജില്ലാത്ത സംസ്ഥാനം, ഇതെല്ലാം ഈ ഇന്ത്യയിൽ കേരളമാണ്. അദ്ദേഹം കേരളത്തെ ആക്ഷേപിച്ചു. ഏത് വിഷയത്തെക്കുറിച്ചും ഇപ്പോൾ നീതി ആയോഗിൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് 1ാം സ്ഥാനം കൊടുക്കുമ്പോൾ അതെല്ലാം കേരളത്തിനാണ്. അത് BJPക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല, കേന്ദ്ര ഗവൺമെൻറ് രാഷ്ട്രീയ തീരുമാനവുമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഔദ്യോഗികമായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റൂ. അങ്ങനെയുള്ളൊരു കേരളത്തെ ഇത്തരമൊരു ചർച്ചയിൽ ആക്ഷേപിച്ചത്
അസംബന്ധമാണ് എന്ന് ആമുഖമായിട്ട് പറഞ്ഞിട്ട് ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാം. ഒന്ന്, 41.40 കോടി രൂപയാണ് ഹവാലയായിട്ട് ഒഴുകി കേരളത്തിലേക്ക് എത്തിയത്. ഇതിൽ പോലീസ് അന്വേഷിച്ചപ്പോൾ കർണാടകയിൽ നിന്ന് 14.40, മറ്റ് ഹവാല റൂട്ടുകൾ വഴി 27 കോടി കേരളത്തിലേക്ക് എത്തി എന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ കൊടകരയിൽ വെച്ച് കവർ ചെയ്യപ്പെട്ട 3.56 കോടി, ഇതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് കേരളത്തിലൊരു പരാതി ഉണ്ടാകുന്നത്. അത് ഹവാലയാണ് എന്ന പരാതിയല്ല, കവർച്ച നടത്തി എന്നതാണ് പരാതി. ഇവിടെ നേരത്തെ ചോദിച്ചൊരു ചോദ്യത്തിന് തരിമ്പും മറുപടി കിട്ടിയില്ല. ഇപ്പോൾ BJP പറയുന്നല്ലോ ഇത് പിന്നെ തുഷാർ വെള്ളാപ്പള്ളിയുടെ, ED പറയുന്നല്ലോ തുഷാർ വെള്ളാപ്പള്ളിയുടെ എന്തോ കെട്ടിടം പണിയാനാണ്. ഈ സംഖ്യയെ സംബന്ധിച്ചുള്ള സ്രോതസ്സൊന്നും വ്യക്തമാക്കാൻ, ഹോട്ടൽ വാങ്ങാൻ ധർമ്മരാജിനോ മറ്റാർക്കുമോ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല 3.56 കോടി രൂപ കൈവശം വയ്ക്കാൻ, നോട്ടുകെട്ടുകളായിട്ട് കൈവശം വയ്ക്കാൻ ഇന്ത്യയിലെ നിലവിലുള്ള നിയമം അനുസരിച്ച് ഒരാൾക്കും അധികാരമോ അവകാശമോ ഇല്ല. BJPയെ വെളുപ്പിക്കാൻ വേണ്ടി ED കൊടുത്ത കുറ്റപത്രത്തിൽ ഇതേക്കുറിച്ച് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഒരക്ഷരം വേണ്ടിയിട്ടുണ്ടോ? BJPക്ക് വേണ്ടി ഘോരഘോരം വാദിച്ച ശ്രീ K. സോമൻ അങ്ങേക്ക് അതേക്കുറിച്ച് മറുപടി പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇനി മറ്റൊരു കാര്യം, ഇപ്പോൾ തിരൂർ സതീഷിൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നു. തിരൂർ സതീഷ് നിങ്ങളുടെ പാർട്ടിക്കാരനായിരുന്നു. അദ്ദേഹത്തെ BJPയുടെ ഓഫീസ് സെക്രട്ടറി ആയിട്ട് നിയോഗിച്ചത് CPM-ഓ ഇടതുപക്ഷമോ മറ്റേതെങ്കിലും പാർട്ടിയോ അല്ല. നിങ്ങൾ നിയോഗിച്ചാൽ നിങ്ങളുടെ പാർട്ടി ഓഫീസിൽ ചാക്ക് കെട്ടുകൾ കണക്ക് ഹവാല നോട്ടുകൾ കൊണ്ടുവന്നു, അത് വിതരണം ചെയ്യുന്നത് ഞാൻ കണ്ടു എന്നൊരു മൊഴി പരസ്യമായിട്ട് പറഞ്ഞാൽ, പ്രസ്താവന നടത്തിയാൽ ED പോലെ ഒരു അന്വേഷണ ഏജൻസി എന്താ ചെയ്യേണ്ടത്? ഇത്തരമൊരു കേസ് അന്വേഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അയാളെ വിളിച്ചൊന്ന് ചോദ്യം ചെയ്യണ്ടേ, മൊഴിയെടുക്കണ്ടേ, ക്വസ്റ്റ്യൻ ചെയ്യണ്ടേ? അത് ചെയ്തോ? അത് ചെയ്യാതെ ഏകപക്ഷീയമായിട്ട് അന്തിമ റിപ്പോർട്ട് കൊടുക്കുന്നത് BJPയെ വെളുപ്പിച്ചെടുക്കാൻ യഥാർത്ഥത്തിൽ ED സത്യത്തെ കുഴിച്ചു മൂടുകയാണ് ചെയ്തത്. നമ്മുടെ രാജ്യത്തെ നീതിന്യായ സംവിധാനങ്ങളെ അപഹസിക്കുകയാണ് ചെയ്തത്. പ്രതികൾ BJPക്കാരാണെങ്കിൽ ഇതൊക്കെ ആവാം. ഇതല്ലേ നിങ്ങളുടെ നിലപാട്? BJP കള്ളനോട്ടടിച്ചാൽ ED അന്വേഷിക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടാൽ അനങ്ങില്ല. ഇതും ഈ തൃശ്ശൂർ ജില്ലയിൽ ഉണ്ടായതല്ലേ? അതെ. കൊടുങ്ങല്ലൂർ കള്ളനോട്ട് ED അന്വേഷിക്കണം എന്ന് കേരള പോലീസ് ആവശ്യപ്പെട്ടിട്ട് ഇതുവരെ അനങ്ങിയിട്ടില്ല. ED കള്ളനോട്ടടിക്കുന്ന യന്ത്രവും കള്ളനോട്ടും പിടിച്ച് കോടതിയിൽ ഹാജരാക്കിയതാണ്. പ്രതികൾ BJPക്കാരാണ്. കൊടകര കുഴൽപ്പണ കേസിലും കൊടുങ്ങല്ലൂർ കള്ളനോട്ട് കേസിലും BJPക്കാർ പ്രതികളായാൽ ED അനങ്ങില്ല. അഥവാ ഇത്തരത്തിൽ പ്രതികളെ വെളുപ്പിച്ചെടുക്കാനുള്ള കുറ്റപത്രങ്ങൾ സമർപ്പിക്കും. അപഹാസ്യമല്ലേ ഇക്കാര്യം? ഇവിടെ താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ശ്രീ സോമന് മറുപടിയില്ലല്ലോ. അതായത് എന്തിനാണ് ഈ കേസിൽ ധർമ്മരാജൻ പിന്നെ സുരേന്ദ്രനെയും ഗണേശനെയും വിളിച്ചത്? സുരേന്ദ്രൻ BJPയുടെ സംസ്ഥാന പ്രസിഡന്റാണ്, ഗണേശൻ കേരളത്തിലെ ചുമതലക്കാരനാണ്. ശ്രീ സോമൻ എന്താ പറയുന്നത്? ഞങ്ങളുടെ സാമഗ്രി വിതരണം ചെയ്യാനുള്ള ആളാണ് ധർമ്മരാജൻ എന്നാണ്. എന്ത് സാമഗ്രി? കുഴൽപ്പണം വിതരണം ചെയ്യാനുള്ള ഏജന്റാണ്, വിതരണക്കാരനാണ്. അയാൾ പണം ആരോ തട്ടിയെടുത്തു എന്ന് പറഞ്ഞപ്പോൾ തട്ടിയെടുത്തതാണോ ഒത്തുകളിച്ചതാണോ ഇതൊന്നും നമുക്കറിയില്ല. BJP നേതാക്കളെ വിളിച്ച് ഈ കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് പറയുന്നത്. സത്യത്തിൽ BJPയുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ED ഒത്തുകളിച്ചു, BJPയെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന കാര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇതാണ് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം. എവിടെയാണ് ഇക്കാര്യത്തിൽ BJPയുടെ ധാർമ്മികത പിന്നെ തീർച്ചയായും നമുക്കത് അത് കാതലായ കാര്യങ്ങളാണ് താങ്കൾ സൂചിപ്പിച്ചത്, അടിവരയിടേണ്ടതാണ് രാഷ്ട്രീയമായി. KV അബ്ദുൽ ഖാദർ, ശ്രീ അഡ്വക്കേറ്റ് ലാൽകുമാർ, ഒരു ഇടതുപക്ഷ സഹയാത്രികൻ എന്നതിനൊപ്പം ഒരു നിയമവിദഗ്ധൻ കൂടിയാണ് താങ്കൾ. ഞാൻ ഒരു പ്രാക്ടീസിങ് അഡ്വക്കേറ്റ് കൂടിയാണ്. ശ്രീ N. ലാൽകുമാർ, ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ED എന്ന വിശാലമായ പരിപ്രേക്ഷ്യത്തിൽ അന്വേഷിക്കേണ്ട വലിയ അധികാരങ്ങളുള്ള ഒരു ഏജൻസി കേവലം ഒരു സംസ്ഥാന പോലീസ് അന്വേഷിക്കേണ്ട ഒരു കവർച്ചാ കേസുമായി ബന്ധപ്പെട്ടാണോ ഹൈക്കോടതി ഇത്രയധികം നിർദ്ദേശങ്ങൾ നൽകിയിട്ടും ED സമർപ്പിച്ചത്
കവർച്ചയുമായി ബന്ധപ്പെട്ട് ചുരുങ്ങിയ ചില പരിപ്രേക്ഷ്യത്തിലെ കാര്യങ്ങൾ മാത്രമാണ്. ഇതിലെ വിശാലമായ കള്ളപ്പണത്തിൻ്റെ ഒരിടപാടും ED അവരുടെ കുറ്റപത്രത്തിൽ പ്രതിഫലിച്ചിട്ടില്ല. നിയമപരമായി തന്നെ അതിലൊരു കല്ലുകടിയില്ലേ ശ്രീലാൽകുമാർ? നോക്കൂ, ഇവിടെ മണി ലോണ്ടറിങ്ങിൻ്റെ ഇൻഗ്രീഡിയൻസ് വ്യക്തമായി മനസ്സിലാക്കിയ ശേഷമാണ് കേരള പോലീസിൻ്റെ ജൂറിസ്ഡിക്ഷനിൽ നിന്ന് ഇത് EDയുടെ ജൂറിസ്ഡിക്ഷനിലേക്ക് വിടുന്നത്. കറക്റ്റ്. അതല്ലാതെ വിടേണ്ട കാര്യമില്ലല്ലോ. ഇപ്പം മണി ലോണ്ടറിങ്ങിന് പകരം ഈ പറയുന്ന കവർച്ചയായിരുന്നു എങ്കിൽ കവർച്ച കേരള പോലീസ് അന്വേഷിച്ച് FIR ഇട്ട് അല്ലെങ്കിൽ ചാർജ് ഷീറ്റ് സമർപ്പിച്ചാൽ മതി. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി അന്തർ സംസ്ഥാന സാമ്പത്തിക ഇടപാടുണ്ട്, അതിനകത്ത് ഒരുപാട് പണം വന്നിരിക്കുന്നു. അപ്പോൾ അതിനകത്ത് മണി ലോണ്ടറിങ്ങിൻ്റെ ഇൻഗ്രീഡിയൻസ് ഉണ്ട് എന്ന് വ്യക്തമായ ബോധ്യത്തോടു കൂടിയാണ് അത് ED അന്വേഷിപ്പിക്കുന്നത്. നോക്കൂ, നമ്മുടെ നാട്ടിൽ ഒരു ജനാധിപത്യ രാഷ്ട്രത്ത് അന്വേഷിക്കാൻ പല ഏജൻസികളുണ്ട്. അപ്പോൾ ED എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മണി ലോണ്ടറിങ്ങിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് എക്സ്ക്ലൂസീവ്ലി ഈ വിഷയം ഡീൽ ചെയ്യുന്നവരാണ്. ആ ഡീൽ ചെയ്യുന്ന ഏജൻസിയിലേക്ക് നമ്മൾ റെഫർ ചെയ്യുക എന്നുള്ളതാണ് ഒരു ഫെഡറൽ സ്റ്റേറ്റ് എന്നുള്ളൊരു കോസി ഫെഡറൽ സിസ്റ്റത്തിൽ ഒരു സ്റ്റേറ്റിൻ്റെ ഡ്യൂട്ടി. ആ ഡ്യൂട്ടി നമ്മൾ വ്യക്തമായി ചെയ്തിട്ടുണ്ട്. അതിനകത്തൊരു സംശയവും വേണ്ട. അത് ED എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. നമ്മൾ നമ്മുടെ കാര്യം ക്ലിയർ ആക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ആ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ കൃത്യമായി ഈ പറയുന്ന മണി ലോണ്ടറിങ്ങിൻ്റെ ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്ന് വ്യക്തമായി മനസ്സിലാക്കിയ ശേഷം പോലീസ് ഇത് കൈമാറുന്നു. പിന്നെ EDയുടെ പക്ഷത്തേക്ക് ഈ കേസ് വരുന്നു. ED അത് എങ്ങനെ വളച്ചൊടിക്കും എന്ന് നമുക്ക് സാധാരണ പത്രം വായിക്കുന്ന ഏത് കുട്ടിക്കും അറിയാൻ കഴിയും. കാര്യം ഇന്ന് രാജ്യത്ത് നടക്കുന്ന ഒരു അല്ലെങ്കിൽ രാജ്യത്തുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ ഒരു അവസ്ഥ വളരെ പരിതാപകരമാണ്, കഷ്ടമാണ്. നമ്മൾ കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പം CBIയെ കേജ്ഡ് പാരറ്റ് എന്ന് വിളിച്ചത് അൽത്തമാസ് കബീറാണ്. അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന അൽത്തമാസ് കബീറാണ് കേജ്ഡ് പാരറ്റ് എന്ന് വിളിച്ചത്. സത്യത്തിൽ അത്രത്തോളം ട്വിസ്റ്റ് ചെയ്യുകയും മാനിപ്പുലേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇന്നത്തെ സ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ സ്ഥിതി എടുത്തു നോക്കുകയാണെങ്കിൽ അന്ന് അത്രയും ഇല്ലായിരുന്നു എന്ന് പറയേണ്ടി വരും. കാര്യം അത്രത്തോളം മിസ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഈ അത്രത്തോളം എന്ന് പറയുന്ന പ്രയോഗത്തിന് പ്രാധാന്യം വരുന്നത് ഒരു കമ്പാരിസൺ വരുമ്പോഴാണല്ലോ. അത് കഴിഞ്ഞ് പിന്നെ എന്താണ് നടന്നിട്ടുള്ളതെന്നും ഒക്കെ നമ്മൾ കാണുന്നതാണ്. ഇന്ത്യയിൽ കഴിഞ്ഞ കുറേ കാലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ CBIയെ അങ്ങനെയുള്ള ഏജൻസികളിൽ EDക്കാണ് ഏറ്റവും കൂടുതൽ പ്രാഥമികമായി ഏറ്റവും കൂടുതൽ ഒഫൻസ് എന്ന് പറഞ്ഞ് ചാർജ് ചെയ്യപ്പെടുന്നത്. ആൾക്കാരുടെ പുറകെ നടക്കുന്ന EDയാണ്. കാര്യം സാമ്പത്തിക ഇടപാടുകൾ ഇപ്പം നോക്കൂ, ബിനീഷ് കോടിയേരിയുടെ കാര്യം എടുക്കൂ. ബിനീഷ് കോടിയേരി ഇവിടുന്ന് പോയി അദ്ദേഹത്തെ നാർക്കോട്ടിക്കാണെന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ ഇത് ഓരോ കാര്യത്തിനും ഓരോ സ്ഥലത്ത് വെച്ചും മിസ്യൂസ് ചെയ്യുകയും, ബിനീഷ് കോടിയേരി ഇപ്പം നാട്ടിലുണ്ട്, അദ്ദേഹത്തിൻ്റെ ആ കേസ് കഴിഞ്ഞു കിട്ടി, മിസ്യൂസ് ചെയ്യുകയും ആൾക്കാരെ ഉപദ്രവിക്കുകയും ഹണ്ട് ചെയ്യുകയും, അത് ബിനീഷ് കോടിയേരി ആയതുകൊണ്ടല്ല, കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനായതുകൊണ്ട് ചെയ്തതാണ് എന്ന് പറയുന്ന ഓരോരുത്തർ. ഇപ്പം യു ടേക്ക് എനി പൊളിറ്റിക്കൽ ലീഡർ, ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. പക്ഷേ ഈ രാജ്യത്ത് സംഭവിക്കുന്ന മറ്റൊരു കാര്യം കൂടെ. ഈ പറയുന്ന ED ചാർജ് ചെയ്യുന്ന ആൾക്കാരെല്ലാം അത് പൊളിറ്റിക്കൽ ഓപ്പോസിഷനിൽ ഇരിക്കുന്നവരാണ്. ഈ റൂളിംഗ് പാർട്ടിയിൽ ആരുമില്ല. നോക്കൂ, ഈ രാജ്യം ഭരിക്കുന്ന ഈ റൂളിംഗ് പാർട്ടിക്ക് ഒരാൾ പോലും ഒരു എക്കണോമിക് ഒഫൻസും നടത്താത്ത ആൾക്കാരാണോ? എന്നെ കേൾക്കുന്ന ജനങ്ങൾ ആലോചിച്ചാൽ മതി. പക്ഷേ ചാർജ് ഒന്നും വരില്ല. ഇൻ കേസ് ഏതെങ്കിലും രീതിയിൽ ചാർജ് ഷീറ്റ് വന്നാൽ അല്ലെങ്കിൽ ED നിങ്ങളെ ഹണ്ട് ചെയ്യാൻ വന്നാൽ, ഹണ്ട് ചെയ്ത് ഹോണ്ട് ചെയ്യുക എന്നുള്ളതാണല്ലോ നടക്കുന്നത്. അങ്ങനെ വന്നാൽ അപ്പോഴേ BJP ചേരുക, പ്രശ്നം അവസാനിപ്പിക്കുക. അതാണല്ലോ അവരുടെ രീതി, അതായിരുന്നു. നോക്കൂ, ഇവിടെ പറഞ്ഞ ഒരു വാദം എടുക്കുക. നമ്മൾ തൃശ്ശൂർ തെരഞ്ഞെടുപ്പ് ജയിച്ചു എന്നുള്ളത് കൊണ്ട് ഈ പറയുന്ന എല്ലാം കാറ്റിൽ പറന്നു. ഞാനൊന്ന് തിരിച്ചു ചോദിച്ചോട്ടെ, കേരളത്തിൽ ഈ സ്വർണ്ണക്കടത്ത് എന്ന് പറയുന്നത് ED വന്ന് അന്വേഷിച്ചു. മുഖ്യമന്ത്രിയെ വേട്ടയാടാൻ പറ്റുന്നിടത്തോളം വേട്ടയാടി. മുഖ്യമന്ത്രിയുടെ ഓഫീസ്, മുഖ്യമന്ത്രി കള്ളനാണെന്ന് ഇവിടുത്തെ നികൃഷ്ടമായ മാധ്യമ ജീവികൾ പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിച്ചു. അങ്ങനെ തന്നെ ഞാൻ പറയും, ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. അത് ആ ശ്രമിച്ച ഒരു കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്നത്. നമ്മൾ ഒന്നും നടന്നില്ല. എന്തേലും നടന്നോ? ഒന്നും നടന്നില്ല. അപ്പം ഈ അടുത്ത തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പം എല്ലാവരും ഈ പറയുന്ന എല്ലാം അപ്രോപ്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്ന് ആരെങ്കിലും ഇവിടെ ഒരു വാദം പറഞ്ഞോ? അതെന്താ പറയാത്തേ? തെരഞ്ഞെടുപ്പ് നമ്മൾ ജയിച്ചില്ലേ? അപ്പം കേരളത്തിൻ്റെ ഭാഗമെടുത്താൽ നിങ്ങൾ കുറേ കാലങ്ങളായി കേരളത്തിലെ സർക്കാരിനെ
ഹോണ്ട് ചെയ്യാൻ ശ്രമിക്കുന്ന, അല്ലെ ഓരോ ആൾക്കാരെ പൊളിറ്റിക്കൽ ഓപ്പോസിഷനിൽ നിൽക്കുന്ന ഓരോ ആൾക്കാരെയും ഹോണ്ട് ചെയ്യാൻ കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള ഇ ഡി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇപ്പം BJPയുടെ ഒരു ഘടകകക്ഷിയായിട്ട് മാറിയിട്ടുണ്ട്. BJP കുറേ നാളുകളായി BJPയുടെ ഘടകകക്ഷിയാണ്. നോക്കൂ, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഒരു മൂവ്മെൻറ്റ് കേരളത്തിൽ ഈ പറയുന്ന സർക്കാരിനെതിരെ ഉണ്ടാകുന്നു. ഒരു ഡിബേറ്റിനകത്ത് കേരളത്തിലെ ഏഷ്യാനെറ്റ് ചാനലിലെ വിനു വി ജോൺ എന്ന് പറയുന്ന ആൾ നയിക്കുന്ന ഒരു ചർച്ചയ്ക്ക് അദ്ദേഹം തന്നെ എന്തോ ഒരു വിമർശനം ഇ ഡിക്കെതിരെ വെച്ചപ്പം ആ ഇ ഡി ഓഫീസർ നേരെ ഈ പറയുന്ന വിനു വി ജോൺ മെസ്സേജ് അയക്കുക, കാണിച്ചു തരാം. അദ്ദേഹം അവിടെ വെച്ച് തന്നെ അത് വായിക്കുന്നതും കണ്ടു. അത് അദ്ദേഹം വായിച്ചു. അപ്പം നമ്മൾ അന്നാണ് എങ്ങനെയാണ് ഇ ഡി പ്രവർത്തിക്കുന്നതെന്ന് വെച്ചാൽ, എന്നാൽ ഒരു മാധ്യമ പ്രവർത്തകൻ അതുമായി ബന്ധപ്പെട്ട് ഇ ഡിക്കെതിരെ ഒരു വിമർശനം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മെസ്സേജ് അയക്കുക. നമ്മൾ ലൈവ് കണ്ടതായി നാട്ടിൽ. അതാണ് ഇന്നത്തെ ഇ ഡി. അപ്പം അങ്ങനെ ഈ പറയുന്ന BJPയുടെ ഘടകകക്ഷിയായി നിൽക്കുന്ന ഇ ഡി ഇലക്ഷൻ കമ്മീഷനും ഏതാണ്ട് ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരു ഇ ഡിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നയം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇന്ത്യ മഹാരാജ്യത്ത് ഉള്ള BJP നേതൃത്വത്തിലുള്ള ആരും ഒരു തെറ്റും ചെയ്യാതിരിക്കുകയും മറ്റുള്ള ആൾക്കാർ എന്ത് തെറ്റ് ചെയ്താലും അത് ഈ പറയുന്ന എക്കണോമിക് ഒഫൻസിൻ്റെ ഭാഗമായി വരികയും ചെയ്യുന്നു. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇൻ കേസ് നമ്മളെപ്പോലുള്ള ഒരാൾ ഒരു എക്കണോമിക് ഒഫൻസിൻ്റെ ഭാഗമായി പെടുക, അല്ലെങ്കിൽ ഇവർ ചാർജ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് എളുപ്പമുള്ളൊരു മാർഗ്ഗമാണ് നമ്മൾ BJP ചേരുക, പ്രശ്നം അവസാനിപ്പിക്കുക. ഇന്ത്യയിലെ മഹാരാഷ്ട്രയിൽ പല ആൾക്കാരുടെയും ഇ ഡി എന്താ ചെയ്യുന്നതെന്ന് പോലും നമ്മൾ അറിയുന്നില്ല ഇപ്പം. പക്ഷേ ഇ ഡി ഇവരുടെ പുറകെ നടന്നതാണ്. ബംഗാളിൽ അങ്ങനെ സംഭവിച്ചു. അപ്പോൾ അങ്ങനെ ഓരോ നേതാക്കന്മാരെയും ഹോണ്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഹണ്ട് ചെയ്യുന്നതിന് പകരം അവരെ ഫ്രണ്ടാക്കാൻ വളരെ എളുപ്പം നടക്കുന്നു. അത് BJPയുമായി ചേർന്ന് നിൽക്കുന്നത്. അപ്പം BJPയുമായി ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയം കളിക്കുന്ന ഒരു ഏജൻസിയായി ഇത് മാറിയിരിക്കുന്നു. അത് അധപ്പതിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിപ്പോൾ എന്ത് കാര്യം പറഞ്ഞാലും അത് ജനങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ കൂടുതൽ കോംപ്ലിക്കേറ്റ് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. ഇ ഡി ഏതാണ്ട് BJPയുടെ ഘടകകക്ഷിയായിട്ട് പ്രവർത്തിക്കുന്നതാണെന്ന്. അത്ര മാത്രം മതി എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും. ശ്രീ വസന്ത് ശ്രീക്, നോക്കൂ, ഇ ഡി നേരത്തെ ശ്രീ ലാൽകുമാർ സൂചിപ്പിച്ചതുപോലെ വിവിധ കേന്ദ്രത്തിലെ അധികാരം കൈകാര്യം ചെയ്യുന്ന പാർട്ടികളും മുന്നണികളുമൊക്കെ ഇത്തരത്തിൽ സ്വാധീനത്തിൽപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ വളരെ ചെറുതാണെന്ന്, കാരണം റിലേറ്റിവിറ്റി ആണല്ലോ തിയറി, ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. കാരണം അത്രയേറെ നഗ്നമായ ലംഘനം ഈ വിഷയത്തിൽ ഇ ഡിയുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. നോക്കൂ, ഒരു സംസ്ഥാനത്തെ അന്തർ സംസ്ഥാന ബന്ധങ്ങൾ വഴി തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ഇത്ര വ്യാപകമായി ചാക്ക് കെട്ട് കണക്കിന് പണം ഒഴുക്കിയിട്ട് അത് അവരുടെ തന്നെ ഓഫീസ് സെക്രട്ടറിക്ക് പറയേണ്ടി വരുന്ന സാഹചര്യമുണ്ടായിട്ട് പോലീസ് ഇത്രയധികം തെളിവുകൾ അക്കമിട്ട് നിരത്തി കോടതിയിൽ സമർപ്പിച്ചിട്ട്, അല്ലെങ്കിൽ ഈ 3 ഏജൻസികൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകി, ആദായ നികുതി വകുപ്പിന് നൽകി, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നൽകി, എന്നിട്ടും ഇ ഡിയുടെ ഈ കുറ്റപത്രം, അത് കുറ്റപത്രമല്ല, ഒരു തിരക്കഥയുടെ സ്വഭാവത്തിൽ BJPയെ നന്നാക്കാനായി, BJPയെ എന്താണ് വെള്ളപൂശുന്ന വാക്ക് എന്നത് ഞാൻ ഉപയോഗിക്കുന്നില്ല, കാരണം പൊളിറ്റിക്കലി അത് ഇൻകറക്റ്റ് ആണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇങ്ങനെ കുളിപ്പിച്ച് വൃത്തിയാക്കുന്ന രീതിയിലേക്ക് BJP പോകുന്നു എന്നത് ശരിയാണോ? ഇവിടെയാണ് പ്രതിപക്ഷം എന്ന നിലയിൽ കോൺഗ്രസ് ഉയർത്തേണ്ട ചില രാഷ്ട്രീയ ശബ്ദങ്ങളുടെ അനിവാര്യത. തിരിഞ്ഞു നോക്കണം ശ്രീ വസന്ത് ശ്രീക്, തിരിഞ്ഞു നോക്കണം. അജിംഷാദ്, അങ്ങ് നോക്കൂ, നമ്മൾ ഈ ഗംഗാ സ്നാനം എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ പൊളിറ്റിക്കലി പുതിയൊരു സാധനമാണ് ഇ ഡി സ്നാനം. ഇ ഡിയിലൂടെ കുളിച്ച് വൃത്തിയായാൽ രണ്ട് പണി അവർ ചെയ്യും. ഇ ഡി ഓഫീസ് ഒന്ന്, ഇ ഡിയിലൂടെ BJP നേതാക്കളെ കുളിച്ച് വൃത്തിയാക്കി കൊടുക്കും. അതിൻ്റെ അത് പൊളിറ്റിക്കൽ ഇൻകറക്റ്റ്നെസ് ഉണ്ടെങ്കിൽ അതിന്റെ പാപഭാരം എന്റെ തലയ്ക്ക് ഇരുന്നോട്ടെ. രണ്ടാമത് അവർ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്ത ആൾ ഈ സ്നാനത്തിന് വിധേയനാകുക, അതായത് BJP ഓഫീസിൽ പോയി മടങ്ങി വന്നാൽ അയാൾ കുറ്റവിമുക്തനാക്കപ്പെടും. നോക്കൂ, 119 കേസുകൾ 2 വർഷത്തിനിടയിൽ എടുത്ത ഏജൻസിയുടെ പേരാണ് ഇ ഡി. നേരത്തെ എന്റെ സുഹൃത്ത് ശ്രീ അഡ്വക്കേറ്റ് ലാൽകുമാർ പറഞ്ഞതുപോലെ സമീപകാല ചരിത്രത്തിൽ ഒരിടത്തും ഇല്ലാത്തതുപോലെ 2 വർഷത്തിനിടയിൽ 119 കേസ് രജിസ്റ്റർ ചെയ്തു. ഒരുപാട് കേസുകൾ അവർ രജിസ്റ്റർ ചെയ്യാതെ അന്വേഷിക്കുന്നുണ്ട്. അതിൽ തന്നെ 115 കേസുകൾ പ്രതിപക്ഷ നേതാക്കൾക്കെതിരാണ്. ഇ ഡിയുടെ ഒരു കേസ് പോലും പൊളിറ്റിക്കൽ ലീഡർഷിപ്പിലുള്ളവർക്കെതിരായിട്ടില്ലാതില്ല. അതിൽ ബാക്കി 5 കേസുകളിൽ ഒന്ന് ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞതുപോലെ, ഒന്ന് വസുന്ധര രാജ സിന്ധ്യയുടെ മകനെതിരായിരുന്നു. അവർ BJPയിൽ കലാപക്കൊടി ഉയർത്തിയപ്പോൾ അവർക്കെതിരെ കേസെടുത്തു. അവർ ആ കലാപക്കൊടി എടുത്ത് മടക്കി വെച്ചപ്പോൾ ആ കേസ് സെറ്റിൽ ചെയ്തു. ഇനി പ്രധാനപ്പെട്ട ഒരു കേസ് അജിത് പവാറിനെതിരായിരുന്നു.
നോക്കൂ, ഈ അമിത്ഷാ തന്നെ നേരിട്ട് മഹാരാഷ്ട്രയിൽ പോയി വലിയ റാലി അഭിസംബോധന ചെയ്തുകൊണ്ട് NCP ഒരേ ഘടകമായിരുന്ന സമയത്ത് ക്യാപ്റ്റൻ ഓഫ് കറപ്ഷൻ എന്ന വാക്ക് അന്ന് വളരെ ദേശീയ മാധ്യമങ്ങൾ കൊണ്ടാടിയ വാക്കാണ്. ക്യാപ്റ്റൻ ഓഫ് കറപ്ഷൻ എന്ന് അജിത് പവാറിനെ വിളിക്കുന്നു. അജിത് പവാറിനെതിരെ കേസെടുക്കുന്നു. അജിത് പവാർ BJP പക്ഷത്തിലേക്ക് പോകുന്നു. അങ്ങനെ പോയതോടുകൂടി കൃത്യം ഒരാഴ്ചക്കുള്ളിൽ ആ കേസ് ED ക്ലോസ് ചെയ്തു. പിന്നീട് ഉണ്ടായിരുന്നത് ഹിമന്ത് ബിശ്വ ശർമ്മയ്ക്കെതിരായിരുന്നു. അയാൾ കോൺഗ്രസിലായിരുന്ന സമയത്ത് അയാൾക്കെതിരെ 16 കേസുകളാണ് ED രജിസ്റ്റർ ചെയ്തത്. ഈ ഹിമന്ത് ബിശ്വ ശർമ്മ BJPയിലേക്ക് പോകുന്നു. BJPയിൽ സംഘപരിവാരം പറയുന്നതിനേക്കാൾ വൃത്തിക്ക് പറയാൻ പഠിക്കുന്നു. അങ്ങനെ അയാൾ വർഗീയത പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് അയാൾക്കെതിരെയുള്ള 16 കേസും ഈ ടോയ്ലറ്റ് നാപ്കിൻ ഫ്ലഷ് അടിച്ചു കളയുന്നത് പോലെ ഇവർ ഫ്ലഷ് അടിച്ചു കളഞ്ഞു. ഇനി ചില കാര്യങ്ങൾ BJP നേതാവിന്റെ വാദവുമായി ബന്ധപ്പെട്ട് ഒന്ന് അദ്ദേഹം പറഞ്ഞത് എന്താണ്? അദ്ദേഹം പറഞ്ഞത് ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ എല്ലാം ധർമ്മരാജൻ വിളിച്ചില്ലേ? ആ കൂടെ ആരെ വിളിച്ചു? കെ സുരേന്ദ്രനെ വിളിച്ചു. BJP പ്രസിഡന്റിന്റെ പേര് കെ സുരേന്ദ്രൻ എന്നല്ലേ, അല്ലാതെ കോൺസ്റ്റബിൾ കുട്ടമ്പിള്ള എന്നൊന്നും അല്ലല്ലോ. ആണോ BJP വക്താവേ? അതുകൊണ്ടാണോ BJP നേതാവല്ലാത്ത ധർമ്മരാജൻ ഈ പറയുന്ന രാജ്യത്തെ പോലീസിനെ മുഴുവൻ വിളിച്ച കൂട്ടത്തിൽ ഈ കോൺസ്റ്റബിൾ കുട്ടമ്പിള്ളയായ നിങ്ങളുടെ കെ സുരേന്ദ്രനെയും വിളിക്കുന്നത്? നോക്കൂ, പോലീസിനെ ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഒരു ഹൈവേ ലൂട്ട് നടക്കുമ്പോൾ പോലീസിനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളത് വളരെ നോർമൽ ആണ്. അത് ചിലപ്പം നമ്മൾ SPയെ വിളിക്കും, അത് ഓരോരുത്തരുടെ ബന്ധം പോലെ ഇരിക്കും. ഇപ്പൊ കോട്ടയത്ത് ഒരു പ്രശ്നം ഉണ്ടാകും, ഏറ്റവും ആദ്യം ഞാൻ SHOയെ വിളിച്ചിട്ട് നടക്കുന്നില്ലെങ്കിൽ നമ്മൾ SP ആണ് വിളിക്കുക, അല്ലെ? ADGP ചിലപ്പോൾ വിളിച്ചെന്ന് വരും. ഈ ഓൺലൈൻ നമ്പർ കിട്ടുന്ന കാലമല്ലേ? അപ്പൊ പലരെയും വിളിച്ചു, പോലീസ് ഉദ്യോഗസ്ഥരെ പലരെയും വിളിക്കും. പക്ഷേ പൊളിറ്റിക്കലായി നിൽക്കുന്ന രണ്ട് പേർ, ഒന്ന് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ്, രണ്ട് BJPയുടെ RSSന്റെ നേതൃത്വത്തിൽ BJP കേരള ഘടകത്തിന്റെ ചുമതലയുള്ള പ്രഭാരി, ഈ രണ്ടുപേരെയാണ് വിളിച്ചത്. എന്തിനാ വിളിച്ചത് എന്നുള്ള ചോദ്യം ഒന്ന്. രണ്ട്, കൊടകര കുഴപ്പണ കേസുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്ന ഒരാൾ, അത് നിങ്ങളുടെ കർണാടകയിലെ യുവമോർച്ചയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. ഈ സംസ്ഥാന വൈസ് പ്രസിഡന്റിനെതിരെ കേരളത്തിൽ 2 കേസുണ്ട് അജിംഷാദ്. ഒന്നേതാണെന്നറിയാമോ? ഒന്ന് വളരെ പ്രധാനപ്പെട്ട കേസാണ്. മഞ്ചേശ്വരത്ത് ഇലക്ഷൻ അട്ടിമറിക്കാൻ വേണ്ടി പണം കൊടുക്കാൻ കെ സുരേന്ദ്രന് കൂടെ പോയ പേരിൽ 3 പേരിൽ കേരള പോലീസ് പ്രതി ചേർത്തിരിക്കുന്ന ഒരാളാണ് ഈ പറയുന്ന കർണാടകയിലെ ഇവരുടെ യുവമോർച്ചയുടെ നേതാവ്. അയാൾ ഈ ED കേസിലും വന്നു. അപ്പൊ മനസ്സിലാക്കാമല്ലോ ഇവന്റെ പണി എന്താണ്, ഇവന്റെ സ്വാഭാവികമായ പണി എന്താണെന്നും. ഇനി ശ്രീ കെ സോമൻ അദ്ദേഹം പറഞ്ഞത് എന്താണ്? BJPയുമായി യാതൊരു ബന്ധവുമില്ല, പക്ഷെ ഞങ്ങളുടെ പ്രചരണ ആയുധങ്ങളെല്ലാം സപ്ലൈ ചെയ്യുന്നത് ഇവരാണ്. ഇതെന്താ, നിങ്ങളുടെ മറ്റേ ഇക്കാർട്ടോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടോ ആമസോണോ വല്ലതാണോ നിങ്ങളുടെ പ്രചരണ സാമഗ്രി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ വേണ്ടി? CPMന്റെ ഏതെങ്കിലും ഫ്ലക്സോ പോസ്റ്ററോ ഏതെങ്കിലും വഴിയാ പോകുന്ന ഒരുത്തിന്റെ കൊടുത്തു വിടുവോ ശ്രീ അജിംഷാ? കോൺഗ്രസിന്റെ കൊടുക്കുമോ? നമ്മുടെ ബൂത്ത് പ്രസിഡന്റുമാർ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ എന്താ പറയുന്നത് ലോക്കൽ സെക്രട്ടറിമാർ, മണ്ഡലം പ്രസിഡന്റുമാർ, ഇവരൊക്കെയല്ലേ ഈ കാര്യം കൈകാര്യം ചെയ്യേണ്ടത്? അല്ലെങ്കിൽ DCC അല്ലേ നേരിട്ട് ചെയ്യേണ്ടത്? അപ്പോ അതും ഉണ്ടായില്ല. നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് യാതൊരു ബന്ധവും ഇല്ലാത്ത, എന്നാൽ ആ മേഖലയിൽ പ്രചരണ സാധനങ്ങൾ അച്ചടിക്കുന്ന ആളാണെങ്കിൽ പോട്ടെ, ആ മേഖലയുമായി യാതൊരു ബന്ധവുമില്ലാത്ത നിങ്ങൾ ഈ പറയുന്ന ഇയാളെ ഇത് ഏൽപ്പിച്ചു വിട്ടു എന്ന് പറയുന്നതിന്റെ അകത്ത് വലിയ പ്രശ്നമുണ്ട്. ഇനി മറ്റൊരു കാര്യം, തിരൂർ സന്തോഷ്, അത് അയാൾ ആരുമായിക്കോട്ടെ, നിങ്ങൾക്കെതിരെയുള്ള പ്രശ്നം, അതെ ക്ഷമിക്കുക, തിരൂർ സതീഷ് ആരുമായിക്കോട്ടെ, ചിലപ്പോ കെ സുരേന്ദ്രനെതിരെ ശോഭാ സുരേന്ദ്രനെ ഇറക്കി വിട്ടതും ആയിക്കോട്ടെ, ഞാൻ കുറച്ചും കൂടെ കടത്തി പറയാണ് കേട്ടോ. ശോഭാ സുരേന്ദ്രന്റെ സ്പോൺസേഡ് ആണെന്ന് ഇരിക്കട്ടെ. ഇനി അല്ലെങ്കിൽ കെ സുരേന്ദ്രനെ വീട്ടാൻ വേണ്ടി ഇപ്പോഴത്തെ നിലവിലെ രാജീവ് ചന്ദ്രശേഖരനെ ഇറക്കി വിട്ടതാണെന്ന് ഇരിക്കട്ടെ. അങ്ങനെ ആരാണെങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും ഒരു നിർണായക വെളിപ്പെടുത്തൽ നടത്തുന്ന ആളെ ആര് കാണണം? ED കണ്ടേ മതിയാവൂ. രണ്ട്, EDക്ക് മുമ്പിൽ കൊടുക്കുന്ന മൊഴിക്ക്, പോലീസിന് മുമ്പിലുള്ള മൊഴിക്ക് എവിഡൻസറി വാല്യൂ ഇല്ല, പക്ഷെ EDക്ക് മുമ്പിലുള്ള മൊഴിക്ക് എവിഡൻസറി വാല്യൂ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ മൊഴി രേഖപ്പെടുത്താൻ ED ബാധ്യസ്ഥമാണ്, അല്ലെങ്കിൽ ഈ കേസിന്റെ ആവശ്യത്തിന് ആ മൊഴി അത്യാവശ്യമായിരുന്നു. തിരൂർ സന്തോഷിനെ കാണാൻ ആരും മെനക്കെട്ടില്ല, ഈ പറയുന്ന ED മെനക്കെട്ടില്ല. പിന്നെ ഇങ്ങനൊരു കാലത്ത് മറ്റൊരു വിധി നമ്മൾ ആരും, അല്ലെങ്കിൽ മറ്റൊരു റിപ്പോർട്ട് ഞാനോ അജിംഷാദോ അല്ലെങ്കിൽ എന്റെ പ്രിയ സുഹൃത്ത് ലാൽകുമാറോ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ നോക്കൂ, ബാംഗ്ലൂരിൽ ഒരു കേസിൽ ജോർജ് സോറോസ്, ഇവരുടെ വലിയ പുതിയ ആളാണല്ലോ, ജോർജ് സോറോസിന്റെ പേര് പറഞ്ഞുകൊണ്ട്, ജോർജ് സോറോസ് ആരാന്ന് പോലും ഇവർക്ക് അറിയില്ല, എങ്കിൽ പോലും ആ പേര് പറഞ്ഞ് പ്രതിപക്ഷ നേതാക്കളെ അവഹേളിക്കുന്നതാണ് മറുപടി. ജോർജ് സോറോസ് ബാംഗ്ലൂരിൽ ഒരു കമ്പനിയുടെ ഷെയർ പർച്ചേസ് ചെയ്തു. അതായത് ജോർജ് സോറോസിന്റെ കൺസോർഷ്യം ബാംഗ്ലൂരിൽ ഒരു കമ്പനിയുടെ ഷെയർ പർച്ചേസ് ചെയ്തു. അവര് ലോകത്തിൽ പലതും പർച്ചേസ് ചെയ്തെന്ന് വരും. അതിന്റെ പേരിൽ ജോർജ് സോറോസുമായി എന്താണ് ബന്ധമെന്ന് ചോദിച്ചാൽ കമ്പനി നിരങ്ങി പോരാത്തതിന് ജോർജ് സോറോസിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി അമേരിക്കയ്ക്ക് വണ്ടി പിടിക്കാൻ ഇരുന്ന കൂട്ടരാണിവർ.
അവർക്ക് തൃശ്ശൂരിലൂടെ എല്ലാ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന തിരൂർ സന്തോഷിനെ ഫോൺ വിളിച്ച് ആ സന്തോഷം നീ ഇങ്ങനെയൊക്കെ പറയുന്നില്ലേ, ഇതിനകത്ത് വല്ല ആണോടാ ഉവേ എന്ന് ചോദിക്കണ്ടേ? അത് ചോദിക്കാനുള്ള ആർജവം, അത് ചോദിച്ചാൽ അത് രേഖപ്പെടുത്തേണ്ടി വരുമെന്നും അങ്ങനെ രേഖപ്പെടുത്തിയാൽ ഇവർ ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ട്, ഇവർ PMLA കോടതിയിൽ കൊടുക്കുന്ന റിപ്പോർട്ട് കോടതി അതേപടി എടുത്ത് ഇവരുടെ മുഖത്തേക്ക് ഇറങ്ങിയെന്നും ഇവർക്ക് കൃത്യമായി മനസ്സിലായി. അതുകൊണ്ടാണ് ഇവർ ഇതിന്റെ അകത്ത് ഒളിച്ചു കളിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി ഇപ്പോ ഇദ്ദേഹം പറഞ്ഞല്ലോ, BJPയുടെ നേതാവ് ശ്രീ K. സോമൻ പറഞ്ഞല്ലോ, എന്താണ് ഇവരുടെ രാജീവ് ചന്ദ്രശേഖരൻ വന്നതോടുകൂടി വലിയ മാറ്റമുണ്ടാകാൻ പോകുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ കോരിത്തരിച്ചു BJP പ്രവർത്തകർ, RSS നേതാക്കൾ. അതുകൊണ്ട് ഇതാ ഞങ്ങൾ അടുത്ത തവണ ഇവിടെ എന്ത് പിടിക്കാൻ പോകുന്നു, ഭരണം പിടിക്കാൻ പോകുന്നു. ശ്രീ സോമൻ, നമ്മൾ PMLA ആക്ടിനെ പറ്റിയാണ് പറയുന്നത്, നിങ്ങൾ എത്ര MLA ഉണ്ടാക്കുമെന്നുള്ളതല്ല. ഇനി അങ്ങനെയാണെങ്കിൽ പോലും ഈ കഴിഞ്ഞ ദിവസത്തെ പ്രസംഗത്തെ പറ്റി ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ കേട്ടോ. നിങ്ങളുടെ RC ഉണ്ടല്ലോ, രാജീവ് ചന്ദ്രശേഖരൻ, ബഹുകേമമായ പ്രസംഗമാണ്. സ്വന്തം പിതാവിന്റെ പേര് പോലും പേപ്പറിൽ എഴുതി വെച്ചിട്ട് അത് നോക്കി വായിക്കേണ്ട ഗതികേടായിരുന്നു രാജീവ് ചന്ദ്രശേഖരനത്. കൈരളിയുടെ ആർക്കൈവിൽ കാണും. ഈ ചർച്ചയുടെ ഇടയ്ക്ക് അങ്ങേക്ക് കണ്ട് കോൾമയിൽ കൊള്ളണമെങ്കിൽ ശ്രീ അജിംഷാദ് ചിലപ്പോൾ ഇട്ട് തരും. സ്വന്തം പിതാവിന്റെ പേര്. ഇപ്പൊ അജിംഷാദിന് വേണ്ടി അങ്ങനെ ഒരു ആവശ്യം വരുമോ? എനിക്ക് വരുമോ? ശ്രീ ലാൽകുമാറിന് വരുമോ? നമ്മുടെ സ്വന്തം അപ്പന്റെ പേര്, അമ്മയുടെ പേര്, അതൊക്കെ പേപ്പറിൽ എഴുതി വെച്ചിട്ട് അത് നോക്കി വായിക്കുക, അതിൻ്റെ അത് തപ്പലുണ്ടാകുക, എന്നിട്ട് പറയണേ അത് ലോകം കേട്ട ഏറ്റവും വിശ്വപ്രസിദ്ധമായ പ്രസംഗമാണത്രേ. ഏറ്റവും വിശ്വപ്രസിദ്ധമായ മറ്റേ നമ്മുടെ ഗാന്ധിജിയും നെഹ്റുവും ഒക്കെ സംസാരിച്ചതുപോലെ ലോകത്തെ കോൾമയർ കൊള്ളിക്കുന്ന രീതിയിലുള്ള പ്രസംഗമാണെന്ന്. അറ്റ്ലീസ്റ്റ് രാജീവ് ചന്ദ്രശേഖരനോട് ആ ചന്ദ്രശേഖരൻ എന്ന പിതാവിന്റെ നിയമമെങ്കിലും നോക്കി വായിക്കാതെ കേരളത്തെ അഭിസംബോധന ചെയ്യാൻ പഠിപ്പിക്കാൻ ഒരു മലയാളം ട്യൂഷൻ കൊടുത്താൽ നന്നാവും നിങ്ങൾ BJP നേതാക്കൾ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ കൂടുതൽ യാതൊന്നും പറയാൻ. തീർച്ചയായും ശ്രീ K. സോമൻ, അതായത് പുതിയ നേതൃത്വമെങ്കിലും നിങ്ങളുടെ ഈ നിഷ്പക്ഷത തെളിയിക്കാൻ, നിങ്ങൾ അവകാശപ്പെടുന്നത് പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തെളിയിക്കാൻ ഈ വിഷയത്തിൽ ED കാണിച്ച അസന്തുലിതാവസ്ഥയും ഈ പോലീസ് കണ്ടെത്തിയ വസ്തുതകളുടെയും പശ്ചാത്തലത്തിൽ ശ്രമിക്കുമോ? അങ്ങനെ ഒരു ആഭ്യന്തര ചലനമെങ്കിലും ഇനി BJPയിൽ ഉണ്ടാകുമോ? ഇതാണ് ഇവരൊക്കെ ചോദിച്ചതിൻ്റെ മറ്റൊരു മറുമൊഴി, രാഷ്ട്രീയ മറുമൊഴി. ശ്രീ K. സോമൻ. ബഹുമാനനായ അജിംഷാദെ, നിങ്ങൾ 4 പേരിരുന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. അതിൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായി വന്ന് ഒട്ടും മര്യാദയില്ലാതെ DCC ഓഫീസിലും KPCC ഓഫീസിലും ഇരുന്ന് വർത്തമാനം പറയുന്നത് പോലെ ഈ ചാനലിൽ വന്നിട്ട് വർത്തമാനം പറഞ്ഞ മാന്യനുള്ള മറുപടി പറയാൻ കൂടിയിട്ട് എനിക്ക് ഒരു അവസരം അങ്ങ് തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖർ വന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് പൊള്ളുകയാണ്. കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് വല്ലാണ്ട് പൊള്ളുകയാണ്. പിതാവിന്റെ പേരെഴുതി വെച്ച് പറയേണ്ടി വന്നു എന്ന് പറയുകയാണ്. ഇവരുടെ വലിയ നേതാവാണല്ലോ പ്രിയങ്ക, MP ആണല്ലോ, വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളാണല്ലോ. ലോക്സഭയിൽ നടത്തിയ പ്രസംഗങ്ങൾ നമ്മൾ കേട്ടതാണല്ലോ. ഇവിടെ രാജീവ് ചന്ദ്രശേഖർ സുരേന്ദ്രനെ ഒതുക്കാൻ വേണ്ടിയിട്ട് വല്ലാണ്ട് പരിശ്രമിക്കുന്നു എന്ന് പറയുന്ന ഓർമ്മ എവിടെ നിന്നാണെന്ന് അറിയാമോ? KPCC ഓഫീസിൽ നിന്ന് VD സതീശനും സുധാകരനും രമേശ് ചെന്നിത്തലയും ഒക്കെ തമ്മിലുള്ള പോരാട്ടം കേട്ടിട്ട് അത് ഓർമ്മയിൽ നിന്ന് ഈ മനുഷ്യൻ എടുത്തുവിടെ നിന്ന് പറയുകയാണ് കോൺഗ്രസിന്റെ പ്രതിനിധി. അതുകൊണ്ട് ഒരു ചാനൽ ചർച്ചയിൽ മാന്യമായി സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മര്യാദ കോൺഗ്രസിന്റെ നേതാവിൽ നിന്ന് ഞാൻ ഈ ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നതേയില്ല. കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് പൊള്ളുമെന്നുള്ളത് സ്വാഭാവികമാണ്. ആ പൊള്ളൽ അവസാനിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ കാലം വല്ലാണ്ട് ഗതികെട്ടതായിരിക്കും വരുന്ന നാളുകളിൽ എന്നുള്ളത് ഞാൻ അതുമായി എന്തോ ശ്രീ വസന്ത് സിറിയക്ക് ഉയർത്തി കാണിക്കുന്നു, ശബ്ദം കേൾപ്പിക്കാൻ ശ്രമിക്കുന്നു. താങ്കളെയാണെന്ന് തോന്നുന്നു ശ്രീ വസന്ത്. വസന്ത് ഇത്രയും നേരം വർത്തമാനം പറഞ്ഞിട്ട് ഞാൻ ഒരക്ഷരം മിണ്ടാതെ ഞാൻ ക്ഷമയോടെ ഇവിടെ കേട്ടിരുന്നതാണ്. അപ്പൊ പിന്നെ അദ്ദേഹം എന്ത് ഉയർത്തി കാണിച്ചാലും അതിന് വഴങ്ങാൻ വേണ്ടിയിട്ട് ശരി, അവിടെ നിൽക്കട്ടെ. ശ്രീ K. സോമൻ, നമുക്ക് വിഷയത്തിലേക്ക് വന്നാൽ, കാരണം ഇവിടെ ഉയർന്ന ആരോപണങ്ങളുണ്ട്. അജിത് പവാറിന്റെ വിഷയത്തിൽ, വസുന്ധരാജ സിന്ധ്യയുടെ വിഷയത്തിൽ. എന്തിന് ആം ആദ്മി നേതാവ് ഈ അഴിമതിപ്പണം കണ്ടെത്താൻ പോലും കഴിയാഞ്ഞിട്ട് പോലും അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ളവരെ നിങ്ങൾ വേട്ടയാടിയത്? ഇവിടെ ലാൽകുമാറും ശ്രീ KV അബ്ദുൽ ഖാദറും ശ്രീ വസന്ത് സിറിയക്കും ഒക്കെ സൂചിപ്പിച്ചത് അങ്ങനെ വേട്ടയാടിയത് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ EDയെയും ഇത്തരത്തിൽ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചിട്ടാണ്. അതിൻ്റെ 40% എഫർട്ട് ഈ കേരള പോലീസ് എടുത്ത
100-ൽ1 എഫർട്ട് ഈ വിഷയത്തിൽ സത്യസന്ധമായി ഇ ഡി എടുക്കാത്തത് എന്ന ചോദ്യമാണ് ഉയർന്നത്. അതിനൊരു ഉത്തരം പറയൂ ശ്രീ കെ സോമൻ. ഞാൻ അങ്ങയുടെ ചോദ്യത്തിലേക്ക് തീർച്ചയായും വരാം. ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറഞ്ഞതിന് ഒരു 5 സെക്കൻഡ് ഒരു മറുപടി കൂടി പറഞ്ഞുകൊണ്ട് കേരളത്തെ BJP പ്രതിനിധി എന്ന നിലയിൽ ഞാൻ ഈ ചർച്ചയിൽ അപമാനിച്ചു എന്നാണ്. അങ്ങനെ തെറ്റിദ്ധരിക്കുകയാണ്. എന്നെ തെറ്റായി ഈ ചർച്ചയിൽ അവതരിപ്പിക്കാൻ വേണ്ടി അങ്ങ് ശ്രമിക്കുകയാണ്. ഇവിടെ കേരളം എന്തുകൊണ്ട് പുറകോട്ട് പോകുന്നു? കേരളം എന്തുകൊണ്ട് പുരോഗതി പ്രാപിക്കുന്നില്ല? പരിഷ്കൃത കേരളം എന്ന് നമ്മൾ പറയുമ്പോ നരബലി നടന്ന കേരളം അടുത്ത ദിവസം അതുമായി ബന്ധപ്പെട്ട കേസ് കോടതിയിൽ വരാൻ പോകുന്നു. ആ പിന്നോക്കാവസ്ഥയാണ് ഞാൻ എന്റെ ചർച്ചയുടെ ആമുഖത്തിൽ നീതി ആയോഗ് തന്നെ റിപ്പോർട്ട് ഒന്ന് എടുത്ത് നോക്കിയാൽ നീതി ആയോഗ് ഉണ്ടെന്നേ. നീതി ആയോഗ് ഉണ്ട്. നീതി ആയോഗിനെ കേന്ദ്ര ഏജൻസികളുടെ റിപ്പോർട്ട് തന്നെ വസ്തുതാപരമായ ആരോഗ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം, തൊഴിൽ അനുകൂല സംവിധാനം ഇതൊക്കെ എടുത്തു നോക്കിയാൽ മതി. ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട സംസ്ഥാനം കേരളമാണ്. അജിംഷ അതെ സമ്മതിച്ചു. ഞാൻ സൂചിപ്പിച്ചത് കേരളത്തിന്റെ പിന്നോക്കാവസ്ഥയെ സംബന്ധിച്ചാണ്. കേരളത്തിൽ നടക്കാൻ പാടില്ലാത്തതെല്ലാം ശരി, അതിന് അദ്ദേഹം മറുപടി പറഞ്ഞോട്ടെ. നമുക്ക് ഈ ഞാൻ ചോദിച്ച ചോദ്യവുമായി ബന്ധപ്പെട്ട ഇ ഡി എന്തേ ഇങ്ങനെ സ്കിപ്പാവുന്നു? അരവിന്ദ് കെജ്രിവാളിന്റെ വിഷയത്തിൽ ഇല്ലാത്ത സ്വർണ്ണക്കടത്തിന്റെ, അതായത് എയർപോർട്ടിൽ ആരോ നടത്തിയ സ്വർണ്ണക്കടത്തിന്റെ വിഷയത്തിലൊക്കെ രാഷ്ട്രീയ പ്രേരിതമായി എന്തൊക്കെ കോലാഹലങ്ങൾ സൃഷ്ടിച്ച് ദില്ലിയിൽ അത് രാജ്യത്താകമാനം ആം ആദ്മി പാർട്ടി നേതാവിനെ അടക്കം, ദില്ലി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളിനെ അടക്കം പീഡിപ്പിച്ച, ദ്രോഹിച്ച, വേട്ടയാടിയ നിങ്ങൾ എന്തേ ഈ വിഷയത്തിൽ ഇത്രയും സോളിഡ് എവിഡൻസ് കയ്യിലുണ്ടായിട്ട് ഇ ഡിക്ക് ഇങ്ങനെ കുളിപ്പിച്ച് വൃത്തിയാക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു BJP-യെ? ഇതാണ് ചോദ്യം. ഇതിന് ഇതുവരെയും കെ സോമൻ കൃത്യമായൊരു മറുപടി പറഞ്ഞില്ല. താങ്കൾ വളരെ വൈദഗ്ധ്യത്തോടെ ഒഴിഞ്ഞു മാറുകയാണ്. അല്ലല്ലല്ല ജിംഷാദെ, അങ്ങനെയല്ല. ഇവിടെ എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല ED എന്ന് ചോദ്യം ചോദിച്ചിരിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാര് ഈ ചർച്ചയിലെടുത്ത നിലപാട് അങ്ങ് കണ്ടല്ലോ. ഞാൻ വിഷയത്തിലേക്ക് വരാമെന്നേ. ഡൽഹിയിൽ ED എടുത്ത നിലപാട് അവിടുത്തെ ജനങ്ങൾ അംഗീകരിച്ചില്ലേ? ഇവിടെ ED എടുത്ത ഇവിടെ ആരെയും അറസ്റ്റ് ചെയ്യാത്തത് ആരുടെ ഔദാര്യമൊന്നുമല്ല. അത് മടിയിൽ കനമില്ലാത്തത് കൊണ്ട് തന്നെ. പക്ഷെ അത് വിടൂ ശ്രീ കെ സോമൻ. ഞാൻ പറയുന്നത് കെ സുരേന്ദ്രനും BJP നേതാക്കന്മാരും ഉൾപ്പെട്ട 23 പ്രതികളുള്ള പോലീസിന്റെ റിപ്പോർട്ടും അതിന്മേൽ ഒരു ചലനം പോലും നടത്താത്ത EDയുടെ റിപ്പോർട്ടും കുറ്റപത്രവും തമ്മിലുള്ള വ്യത്യാസവും ആ വൈരുദ്ധ്യവും എങ്ങനെ രൂപപ്പെട്ടു എന്നതാണ്. പുതിയ നേതൃത്വമെങ്കിലും ആ വിഷയത്തിൽ ഒരു വീണ്ടും വിചാരം നടത്തുമോ? കാരണം നിങ്ങൾ പല വിഷയങ്ങളിലും നിലപാട് മാറ്റുന്നു എന്നൊക്കെയാണല്ലോ പറയുന്നത്. അതായത് മതസ്പർദ്ധ വളർത്തുന്ന രീതിയിലേക്ക് ഇനി പോകില്ല. അത് പറയുന്നത് വലിയ തമാശയാണ്. എവിടെയോ ഒരു ബോംബ് സ്ഫോടനം ആരോ നടത്തിയതിന് ഒരു പ്രത്യേക മതവിഭാഗത്തെ ഒന്നും അറിയുന്നതിന് മുമ്പ് ട്വീറ്റ് ഇട്ട ആളാണ്. അതൊക്കെ പോട്ടെ. പക്ഷെ നിങ്ങൾ ഈ വിഷയത്തിൽ എങ്കിലും കെ സുരേന്ദ്രൻ അടക്കമുള്ളവരെ പ്രതിയാക്കുന്ന അവസ്ഥയിൽ സത്യസന്ധമായി വസ്തുതാപരമായൊരു നീക്കത്തിന് ED തയ്യാറാകണം എന്ന ഒരു വാക്ക് ആഭ്യന്തരമായെങ്കിലും നിങ്ങൾ രൂപപ്പെടുത്തുമോ? രാഷ്ട്രീയം ചോദിക്കുകയാണ്. കേരള പോലീസ് കൊടുത്ത റിപ്പോർട്ടും ED കൊടുത്ത റിപ്പോർട്ടും BJP ഓഫീസിലല്ല ഉള്ളത്, കോടതികളിലാണുള്ളത്. ആ കോടതികൾ അത് നിരീക്ഷിക്കട്ടെ, കോടതികൾ അതിൽ നിലപാടെടുക്കട്ടെ, അവിടെ ന്യായം നടപ്പാക്കട്ടെ. BJP ഓഫീസിലല്ലോ ഈ റിപ്പോർട്ട് ഉള്ളത്, കോടതികളിലാണല്ലോ. ശരിയാണ് കേട്ടോ. BJP ഓഫീസിലല്ല EDയുടെ റിപ്പോർട്ട് ഉള്ളത്, പക്ഷെ അത് BJP ഓഫീസിൽ നിന്ന് എഴുതി കൊടുത്തു വിട്ടതാണ്. ശരി, ശ്രീ കെ വി അബ്ദുൽ ഖാദർ EDയെ സ്പർശിക്കുന്നില്ല, അതിലെ വസ്തുതാ വൈരുദ്ധ്യങ്ങൾ സ്പർശിക്കുന്നില്ല. ED ഇത്രയേറെ വെള്ളപൂശുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ കുളിപ്പിച്ച് വൃത്തിയാക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ബന്ധപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ രാഷ്ട്രീയമായി അവർ മുങ്ങുകയാണ്. നാവുകളില്ല, വാക്കുകളില്ല, ഉത്തരങ്ങളില്ല. ഇപ്പോൾ 29-ന് അല്ലെങ്കിൽ 28-ന് CPIM-ൻ്റെ നേതൃത്വത്തിൽ ED ഓഫീസിലേക്ക് പ്രകടനം നടത്തുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു രാഷ്ട്രീയം കൂടിയുണ്ട്. നിയമപരമായി ഇത് കോടതിയുടെ മുന്നിലാണല്ലോ എന്ന വാദമാണ് BJP ഉയർത്തുന്നത്, താൽക്കാലികമായി രക്ഷപ്പെടാനെങ്കിലും. അല്ല കോടതി EDയുടെ കേസുകളിൽ എടുത്ത നിലപാടുകൾ പലതും നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതാണ്. വളരെ ഏറ്റവും കുറവ് ശിക്ഷ മാത്രമാണ് മേടിച്ചു കൊടുക്കാൻ ED കഴിഞ്ഞിട്ടുള്ള. അതിനർത്ഥം ഫേക്ക് ആയിട്ടുള്ള ഒരുപാട് അവരുടെ കാര്യങ്ങളിൽ 0.4%, അതായത് 1% പോലും ഇല്ല ശിക്ഷിക്കപ്പെട്ട കേസുകൾ. അതെ, ഇല്ല. കേസുകളിൽ BJPക്കാർ പ്രതിയായാൽ അവർ രക്ഷപ്പെടുത്തും, അതല്ലാത്ത പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടും. ഇതാണ് EDയുടെ ഒരു സമീപനം.
ഇവിടെ കൊടകര കുഴൽപ്പണക്കേസിൻ്റെ കുറ്റപത്രത്തിലേക്ക് വന്നാൽ നേരത്തെ ഇവിടെ സംസാരിച്ച BJP നേതാവിന് ഈ വിഷയത്തെ സംബന്ധിച്ചൊരു കൃത്യമായ വിശദീകരണം നൽകാൻ പറ്റുന്നില്ല. അദ്ദേഹം ഒരു മൈതാന പ്രസംഗം നടത്തുകയാണ്. കേരളത്തെ ആക്ഷേപിച്ചും കേരളം മോശമാണെന്ന് പറഞ്ഞും BJPക്കാർ പതിവായിട്ട് നടത്തുന്ന ആക്ഷേപങ്ങൾ അദ്ദേഹം ആവർത്തിക്കുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ സംവാദത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹം ഒരു കൊലപാതകം നടന്നു എന്നതാണ് കേരളത്തിലെ ആകെ പ്രശ്നം എന്നാണ് പറയുന്നത്. ഉത്തരേന്ത്യയിലൊക്കെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്താൽ നമുക്ക് അതിന് തന്നെ ഒരുപാട് സമയം വേണ്ടിവരും. ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട സംസ്ഥാനമായിട്ടുള്ള കേരളത്തെ ആക്ഷേപിച്ചുകൊണ്ട് അവർ ഇഡിയുടെ ചെയ്തികളെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇവിടെ പ്രസക്തമായിട്ടുള്ള ചോദ്യം, തങ്ങളുടെ മുന്നിൽ സംസ്ഥാന പോലീസ് ചൂണ്ടിക്കാണിച്ച വസ്തുതകളെ കുറിച്ച് പോലും ഒരു പ്രതികരണവും നടത്താതെ ഒരു ഇല്ലാ കഥ കെട്ടിച്ചമച്ച് അത് അന്വേഷണ റിപ്പോർട്ടായിട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ എത്ര ലജ്ജാകരമായിട്ടുള്ളൊരു നിലപാടാണ് ഈ വിഷയത്തിൽ ED സ്വീകരിച്ചത്. ധർമ്മരാജൻ സാമഗ്രികളുടെ വിതരണക്കാരനാണ് നേരത്തെ ശ്രീ സോമൻ പറയുകയുണ്ടായി. 3.56 കോടി രൂപ എങ്ങനെയാണ് അദ്ദേഹത്തിന് കൈവശം വെക്കാനുള്ള അധികാരം? ഒരു ഇന്ത്യൻ പൗരന് നിലവിലുള്ള നിയമം അനുസരിച്ച് അത്രയും വലിയ സംഖ്യ ഒരുമിച്ച് കൈവശം വെക്കാനുള്ള അധികാരമില്ല നോട്ടായിട്ട്. പക്ഷേ ഇദ്ദേഹം ഇത് പിടിക്കപ്പെട്ട സംഗതിയെക്കുറിച്ച് എന്ത് ന്യായീകരണം പറയാനുള്ളത്? വളരെ കൃത്യമാണ്. കർണാടകയിൽ നിന്നും മറ്റ് ഹവാല റൂട്ടുകളിൽ നിന്നും ഇവിടെ വിതരണം ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന നോട്ടുകെട്ടിലെ 1%, 1-2% മാത്രമാണ് കൊള്ളയടിക്കപ്പെട്ടതായിട്ട് പരാതി. ബാക്കിയെല്ലാം ഇവിടെ വിതരണം ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അപ്പം തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കാൻ ജനാധിപത്യ വിരുദ്ധമായിട്ട് ഇടപെടുന്ന പാർട്ടിയാണ് BJP എന്നുകൂടി തെളിയാണ്. ഇവിടെ നേരത്തെയൊക്കെ BJPയുടെ അവകാശവാദം എന്തായിരുന്നു? ഒരേ ഒരു ശരിയായ പാർട്ടികളിലെ ശരി, ഇതൊക്കെയല്ലേ വിശദീകരണം. ഇപ്പോഴെന്താണ് വ്യക്തമാക്കപ്പെടുന്നത്? തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ, ജനാധിപത്യത്തെ പണക്കെട്ടുകൾ കൊണ്ട് അട്ടിമറിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഈ കേസിൽ പിടിക്കപ്പെട്ടിട്ടും അതിനെ ന്യായീകരിക്കാൻ സ്വന്തം അന്വേഷണ ഏജൻസി ഉപയോഗപ്പെടുത്തുന്നു. ഇതാണ് ഇക്കാര്യത്തിൽ വെളിവാക്കപ്പെട്ട കാര്യം. ഞാൻ കോൺഗ്രസിനെ കുറിച്ച് ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധി വളരെ പോസിറ്റീവായിട്ട് ചർച്ചയിൽ പങ്കെടുത്തു. പക്ഷേ ഒരു വിഷയമുള്ളത്, ഈ കാര്യത്തിൽ ഇപ്പോൾ കൊടകര അന്വേഷണ സംഭവം നടന്നിട്ട് 4 വർഷമായല്ലോ. ഈ വിഷയം ഫലപ്രദമായിട്ട് പാർലമെൻറ്റിൽ ഉന്നയിക്കാൻ ഇവിടെ നിന്നുള്ള കോൺഗ്രസ് MP-മാർ തയ്യാറായില്ല എന്ന വിമർശനം ഞങ്ങൾ ഉന്നയിച്ചതായിരുന്നു. അതെന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ള കാര്യം അവർക്ക് വിശദീകരിക്കാൻ കഴിഞ്ഞില്ല. പ്രത്യേകിച്ച് കൊടകര ഉൾപ്പെടുന്ന തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ MP-യായിരുന്ന കോൺഗ്രസ് നേതാവിന് പോലും ഈ വിഷയം പാർലമെൻറ്റിൽ ഉന്നയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഈ വിഷയങ്ങളിൽ അവരുടെ ഒരു മൗനം തന്നെ വ്യക്തമാക്കുന്നതാണ്. ഇപ്പോൾ ഈ വിഷയം ഉണ്ടായിട്ട് തൃശ്ശൂരിലെ കോൺഗ്രസോ സംസ്ഥാനത്തെ കോൺഗ്രസോ ഔദ്യോഗികമായിട്ട് ഈ ചർച്ചയിൽ പങ്കെടുത്ത പ്രതി പറഞ്ഞില്ല എന്നല്ല ഞാൻ പറയുന്നത്. KPCCയോ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക വക്താക്കളോ ഈ കാര്യത്തെക്കുറിച്ച് ഒരു ശരിയായ പ്രതികരണം നടത്തുന്നില്ല. പലരും കേരളത്തിൽ BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു പ്രചാരണ കാറ്റിൻ്റെ കൂടെ പല കാര്യങ്ങളിലും നിൽക്കുന്നു. ഈ വിഷയങ്ങളിലും അങ്ങനെ തന്നെയാണ് എന്ന വിമർശനം എനിക്കുണ്ട്. ഞാൻ ഈ ചർച്ചയിൽ അത് ഉന്നയിക്കുകയാണ്. തീർച്ചയായും ശ്രീ വസന്ത് ശ്രീക്ക്, അതായത് അത്തരത്തിൽ ഷാർപ്പായി സംഘപരിവാർ വിരുദ്ധതയുടെ ഈ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്ന വിഷയത്തിൽ വളരെ ഷാർപ്പായി പ്രതിപക്ഷം അതിൻ്റെ രാഷ്ട്രീയം ഉയർത്താൻ പല ഘട്ടങ്ങളിലും വിമുഖത കാട്ടുന്നു. അത് ബോധപൂർവമായാലും അബോധപൂർവമായാലും. അപ്പോൾ അങ്ങനെ ഒരു വിഷയമുണ്ട്, അതൊരു രാഷ്ട്രീയ പരിഭവം പരാതിയായി ഉയരുന്നു എന്നതാണ്. ചുരുക്കി എനിക്ക് ലാൽകുമാറിലേക്ക് കൂടി ഒന്ന് പോകണം. അത് ശ്രീ MLA-യുടെ ഒരു വെറും രാഷ്ട്രീയ ചിന്താഗതിയുടെ ഭാഗം മാത്രമായി ഞാൻ കാണുന്നു. ഇന്ന് ശ്രീ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും വളരെ കൃത്യമായി ഇന്നലെയും ഇന്നുമായി ഈ വിഷയത്തിൽ സ്റ്റേറ്റ്മെന്റുകൾ നടത്തിയിട്ടുണ്ട്, മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. പോരാത്തതിന് കോടതിയെ വീണ്ടും സമീപിക്കേണ്ടതായി ഉണ്ട് എന്ന് വളരെ കൃത്യമായി പറഞ്ഞും പോയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത്. അതിൻ്റെ അത് മറ്റൊരു ചർച്ചയുടെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഒരു കാര്യം കൂടി നേരത്തെ കെ സോമൻ പറഞ്ഞു പ്രിയങ്ക ഗാന്ധിയുടെ തെറ്റിപ്പോയ സ്ലിപ്പ് ഓഫ് ടങ്ങുകളെ പറ്റി പറഞ്ഞു. അതായത് പ്രിയങ്ക ഗാന്ധിക്ക് രാജീവ് ഗാന്ധിയുടെ പേര് നോക്കി വായിക്കേണ്ട ഗതികേട് വന്നിട്ടില്ല. ശ്രീ സോമൻ അതങ്ങ് മനസ്സിലാക്കിയാൽ ശരി. ശ്രീ അഡ്വക്കേറ്റ് ലാൽകുമാർ, ഇതിനകത്ത് നിയമപരമായി നമ്മൾ പറഞ്ഞ ഒരുപാട് വശങ്ങളുണ്ട്. ഈ കോന്നിയിൽ, അതായത് ഈ കെ സുരേന്ദ്രൻ മത്സരിച്ച മണ്ഡലത്തിൽ തന്നെ വിതരണം ചെയ്ത 10,000 കണക്കിന് രൂപയുടെ കാര്യങ്ങൾ, ഓരോ ജില്ലയിലും പോയ കാര്യങ്ങൾ, 3.46 കോടിയാണ് കവർച്ച പോയതെങ്കിൽ അതിനപ്പുറത്തേക്ക് 41 കോടി പിന്നീടും പടരുന്ന രീതിയിലേക്ക് അന്തർ സംസ്ഥാന ബന്ധങ്ങളെ ഉപയോഗിച്ചാൽ BJP നടത്തിയ
ഈ ഇത്തരം കള്ളപ്പണ ഇടപാടുകളുടെ കാര്യം പോലീസ് അതിൻ്റെ വസ്തുതകളൊക്കെയാണ് കാണിച്ചത്. ഇനി പ്രതീക്ഷ കോടതിയിലാണ്. കോടതിയാണ് ഇതിലെ വൈരുദ്ധ്യങ്ങൾ എടുത്തു കാട്ടേണ്ടത്. ശ്രീ അഡ്വക്കേറ്റ് ലാൽകുമാർ. നോക്കൂ, കോടതിയുടെ മുന്നിൽ വരുന്ന കാര്യങ്ങൾ പരിശോധിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ദൗത്യം, പ്രൊസീജിയർ. നമ്മൾ എങ്ങനെ എവിഡൻസ് കൊണ്ടിരുന്നു? എവിഡൻസ് കോടതിയല്ല കൊണ്ടിരുന്നത്. നമ്മൾ എവിഡൻസ് കോടതിയല്ല കൊണ്ടിരുന്നത്, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയാണ്. അത് ഏതൊക്കെ തരത്തിൽ ഡൈല്യൂട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതിൽ യഥാർത്ഥത്തിൽ അങ്ങനെ വരുമ്പോൾ കോടതി നിസ്സഹായമായി മാറും. നിസ്സഹായത ഉണ്ട് അതിനകത്ത്. പക്ഷേ കോടതിക്ക് ഈ പറയുന്ന ഈ വൈരുദ്ധ്യം കൃത്യമായി നോട്ട് ചെയ്യുകയും EDയെ അക്കൗണ്ടബിൾ ആക്കാൻ ഒരു പരിധിവരെ സഹായിക്കും. ഈ പറയുന്ന കേരള പോലീസിൻ്റെ കയ്യിലേക്ക് ഇത് ആദ്യം വന്നതുകൊണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇതിനകത്ത് ഒരു പ്രശ്നം, കേരള പോലീസ് അതിൻ്റെ പൂർണ്ണ രൂപത്തിലും ഭാവത്തിലും അന്വേഷണം നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. അത് ഈ പറയുന്ന എക്കണോമിക് ഒഫൻസ് ആയപ്പോൾ തന്നെ, ഈ പറയുന്ന അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കണ്ടപ്പോൾ തന്നെ ഒരു ഫുൾ സ്ട്രെച്ച് ഇൻവെസ്റ്റിഗേഷന് പോകാതെ EDയുടെ കയ്യിലേക്ക് ഇത് കൊടുത്തു. അപ്പം യഥാർത്ഥത്തിൽ എത്രമാത്രം തെളിവുകൾ മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ കണ്ടു. വെച്ചാൽ വളരെ അപ്പാരൻ്റ് ആണ് ഇവർ പറഞ്ഞിരിക്കുന്ന ഈ തെളിവുകളിൽ അഭാവം അല്ലെങ്കിൽ വേറൊരു കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നൊക്കെ പറയുന്നത്. അത് ട്വിസ്റ്റ് ചെയ്തു എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊണ്ട് ഒരു കാര്യം കൊടുക്കുകയാണെങ്കിൽ ചാർജ് ഷീറ്റ് മാറ്റി ഇപ്പോൾ ഇവരൊക്കെ ഇതാക്കി എഴുതണമെന്ന് പറഞ്ഞാലും എത്രമാത്രം ശിക്ഷിക്കപ്പെടും എന്നുള്ള കാര്യത്തിലൊക്കെ എനിക്ക് സംശയമുണ്ട്. അതാണ് ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. അതാണ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ഇമ്പാർഷ്യലായിട്ടല്ല കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിലൊരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ട്. ഇവിടെ കൃത്യമായി ബി ജെ പിക്ക് അനുഭാവപൂർവമായ അനുകൂലമായ ഒരു നയം അവരെടുക്കുന്നു എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ഭാവിക്ക് അപകടം ഉണ്ടാകുന്നൊരു കാര്യമായിട്ടാണ് ഞാൻ എന്നെ കണക്കാക്കുന്നത്. അതിൻ്റെ ജനാധിപത്യ ഭാവിക്ക് ഒരു വലിയ പ്രശ്നമുണ്ട്. തീർച്ചയായും ജനാധിപത്യ ഭാവിക്ക് അടക്കം രാഷ്ട്രീയമായ നൈതികതയ്ക്കടക്കം കോട്ടം തട്ടുന്ന രീതിയിലേക്ക് കേന്ദ്രഭരണം കൈയാളുന്നവർ ഈ ഏജൻസികളെ ഉപയോഗിക്കുന്നു എന്നതിൻ്റെ നഗ്നമായ ഒരു തെളിവ് കൂടിയാണ്. പക്ഷേ ഇത് കോടതിയുണ്ട്, മറ്റ് നിയമ സംവിധാനങ്ങളുണ്ട്. അവിടെയും അതിൻ്റെ രാഷ്ട്രീയ പ്രതിരോധങ്ങളിലുമൊക്കെ BJP വിയർക്കുക തന്നെ ചെയ്യും, ഒപ്പം EDയും. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി. ന്യൂസ് ആൻഡ് ന്യൂസിലൂടെ പൂർണ്ണമാകുന്നു.